നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച ന്യൂസ് 18 പൊതുവേദി ഇതുവരെയും ഇല്ലായിരുന്നു. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിലായിരുന്നു. ഇനി മുതൽ ഞങ്ങൾ ഞായറാഴ്ച കൂടി ന്യൂസ് 18 പൊതുവേദി ആരംഭിക്കുകയാണ്. ഇന്ന് വിഷയം ദേശീയ പ്രാധാന്യമുള്ള കർഷക സമരവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. നട്ട് നനച്ചു വളർത്തി ഏതു നാടിനെയും ഊട്ടി വളർത്തുന്നതും നിലനിർത്തുന്നതും കർഷകരാണ്. മറ്റേത് തൊഴിൽ ചെയ്യുന്നവരെക്കാളും ഏതു നാടും വിലമതിക്കേണ്ട തൊഴിലെടുക്കുന്നവരാണ്. കർഷകർക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാനാവില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു കാർഷിക രാജ്യത്ത്. ഇന്ത്യയിലെ കർഷകർ ദീർഘനാളായി സമരം തുടങ്ങിയിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവരുമായി ചർച്ച നടത്തുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതാണ്. ചർച്ച നടന്നതല്ലാതെ ഒരു പ്രശ്നത്തിനും പരിഹാരമായില്ല. ഇപ്പോൾ കർഷകർ വീണ്ടും സമരത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. അവരെ ഡൽഹിയുടെ അതിർത്തിയിൽ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതിർത്തിയിൽ എങ്ങനെയാണോ, രാജ്യാതിർത്തിയിൽ എങ്ങനെയാണോ ആളുകളെ അല്ലെങ്കിൽ ശത്രുക്കൾ കയറി വരുന്നത് തടയുന്നത്, ആ മട്ടിൽ അവിടെ താഴെ ഇരുമ്പ് ആണിയൊക്കെ കോൺക്രീറ്റിൽ ആണി പിടിപ്പിച്ച് ഒരു ലെയറിൽ കോൺക്രീറ്റ് കൊണ്ട്, ഒരു ലെയറിൽ മറ്റ് മുള്ളുകമ്പി കൊണ്ട്, അങ്ങനെ പല ലെയറായൊക്കെ തിരിച്ച് കർഷകരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്തിനാണ് ഈ കർഷകരെ ഭയക്കുന്നത്? അവരുമായി ചർച്ച നടത്തി തീരുമാനമുണ്ടാക്കാൻ ഉപരാഷ്ട്രപതി തന്നെ നിർദ്ദേശിച്ചിട്ടും എന്താണ് അതിന് മടിച്ചു നിൽക്കുന്നത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. രാജ്യത്ത് കർഷകർ പ്രക്ഷോഭത്തിലാണ്. ദീർഘകാലമായി തുടങ്ങിയ പ്രക്ഷോഭമാണ്. കഴിഞ്ഞ വർഷം തുടങ്ങിയ പ്രക്ഷോഭത്തിൽ അന്ന് കേന്ദ്ര സർക്കാർ അവസാനം ഒത്തുതീർപ്പുണ്ടാക്കുകയും കർഷകരുമായി 3 റൗണ്ട് ചർച്ചയൊക്കെ നടത്തിയിരുന്നു. ശ്രീ CK ദാസ് ആണ് ചേരുന്നത്. ശ്രീ ദാസ്, കർഷകർ ദീർഘകാലമായി സമരം ചെയ്യുകയാണ്. ഇപ്പോഴും അതേ വിഷയം ഉന്നയിച്ച് വീണ്ടും സമരത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. കർഷകരെ ശത്രുരാജ്യത്തെ സേനയൊക്കെ നേരിടുന്ന മട്ടിലാണ് അവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 101 പേരെ അകത്തേക്ക് കടത്തിവിടണമെന്ന് പറഞ്ഞാൽ അതിന് പോലും അനുവദിക്കാത്ത മട്ടിലാണ്. കർഷക സമരത്തെ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കർഷകരെ സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹമില്ല. ഹലോ, താങ്കൾ പറഞ്ഞോളൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിൽ കർഷകരെ സഹായിക്കണമെന്നില്ല. CPM ഭരിക്കുന്ന കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നെല്ലിന് വില കൂട്ടുമ്പോൾ കേരള സർക്കാർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്. പിന്നെ CPMകാർക്ക് അവർക്ക് പോയി സമരം ചെയ്യാൻ പറ്റുമോ? പിന്നെ ഉള്ളത് കോൺഗ്രസ് ഭരണമില്ലാത്തതുകൊണ്ട് കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കേരളത്തിൽ BJP ഇല്ലാത്തതുകൊണ്ട് BJPക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. കർഷകരാകെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് കഴിഞ്ഞു. ശരി, ഓക്കെ. എന്നാൽ നമുക്ക് പാലക്കാട് നിന്നും ശ്രീ പ്രദീപ് കുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ പ്രദീപ് കുമാർ, രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്ക് ഡൽഹി ചലോ മാർച്ചിനായി നിൽക്കുകയാണ് ആയിരക്കണക്കിന് വരുന്ന കർഷകർ ഡൽഹിയുടെ വിവിധ അതിർത്തികളിൽ. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ തന്നെ അവരെ തടയുകയാണ് അവിടുത്തെ പോലീസ്. വലിയ ബാരിക്കേഡുകളൊക്കെ നിരത്തി രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്ന പോലെയാണ് കർഷകർ അകത്തേക്ക് കടന്നു വരുന്നത്. തടയണം. ഇങ്ങനെയൊക്കെ കർഷകരെ തടഞ്ഞു നിർത്തിയാണോ ഒരു കാർഷിക പ്രശ്നം പരിഹരിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞത് രാജ്യത്തിന്റെ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന ശത്രുക്കളെ തടയുന്ന ആ ഒരു ഉച്ചാരണം ശരിയില്ല. പക്ഷെ ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ സംവിധാനം എങ്ങനെയോ ചെയ്യണം, അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും ഓരോ സംസ്ഥാനത്തും ഓരോ പഞ്ചായത്തുകളിലും അങ്ങനെയെല്ലാം ഏർപ്പെടുത്തിയിട്ട് അതോടൊപ്പം തൊഴിലവസരങ്ങൾ കൂടി എല്ലാ കാര്യങ്ങൾക്കും ശാശ്വത പരിഹാരം വേണ്ട, തൽക്കാലത്തിനുള്ള പരിഹാരമല്ല. ശരി, താങ്കളുടെ അഭിപ്രായം. എന്തായാലും കാർഷിക വിഷയം ഉയർത്തിക്കൊണ്ട്, ഒരേ ആവശ്യം ഉയർത്തിക്കൊണ്ട് തന്നെ ദീർഘകാലമായി ആളുകൾക്ക് ഒരേ ആവശ്യത്തിൽ വീണ്ടും വീണ്ടും സമരം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തന്നെ കർഷകരെ സംബന്ധിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗതികേടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാർഷിക വിളകൾക്ക് താങ്ങുവിലയ്ക്ക് മിനിമം ഗ്യാരണ്ടി ഉറപ്പ് നൽകുക, നിയമപരമായ പരിരക്ഷ ഉറപ്പ് നൽകുക, കർഷകരുടെ ഭൂമി ഏറ്റെടുത്ത് വികസിപ്പിച്ച് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ 10% സ്ഥലം കർഷകർ കൂടി അവകാശം നൽകുക. കൃഷിഭൂമിയാണ് ഏറ്റെടുക്കുന്നത് എന്നത് ആലോചിക്കണം. അവർക്ക് കൂടി അവകാശം നൽകുക. കർഷകരുടെ ഭൂമി രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി എടുക്കുമ്പോൾ ആ വികസനം കൊണ്ടുണ്ടാകുന്ന നേട്ടത്തിൻ്റെ ഒരു പങ്കാളികളാവാൻ കർഷകരെ കൂടി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. മുമ്പും ഇതേ ആവശ്യമൊക്കെ ഉന്നയിച്ച് അവർ സമരം ചെയ്തിരുന്നതാണ്. ആ സമരത്തിന് അപ്പോഴും ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തന്നെ പറഞ്ഞു, ഇത് കർഷകർ ഇങ്ങനെ പുറത്ത് സമരം ചെയ്യേണ്ടവരല്ല, അവരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ കർഷകരോടാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ അത് കർഷകരോട് മാത്രമല്ല,
സർക്കാരിനോട് കൂടിയുള്ള അഭ്യർത്ഥനയായിരുന്നു. പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറായിട്ടില്ല. ശ്രീകുമാറാണ് കൊല്ലത്തു നിന്നും ചേരുന്നത്. ശ്രീകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കർഷകരെ ഇമ്മട്ടിലാണോ നേരിടേണ്ടത്? സമരം എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഇന്ന് വരെ ഇന്ത്യ ഭരിച്ച ഒരു കേന്ദ്ര ഗവൺമെന്റും കർഷകർക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ കർഷകരാണ്, അറിയാവോ? അതെ, കർഷകരാണ് ഇന്നത്തെ നിലനിൽപ്പ്. എന്തുകൊണ്ട് അവർക്ക് കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വയ്യ? എന്തുകൊണ്ട് ചെയ്യാം? വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതല്ലാതെ എന്താണ് ഈ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്? വാഗ്ദാനങ്ങളെല്ലാം കൊടുക്കുന്നത് ജനങ്ങളെ കളിപ്പിച്ച് വോട്ട് വാങ്ങില്ലേ അവർക്ക് അറിയാൻ പറ്റൂ. ഇതിന്റെ ഉത്തരവാദിത്വം ജനങ്ങളാണ്. ജനങ്ങൾക്ക് ഒത്തൊരുമയില്ല. കർഷകരായാലും ആരായാലും കർഷകരും ഒത്തൊരുമയോട് കൂടി നിൽക്കണം. അതിനുള്ള കഴിവ് വേണം. അല്ലാതെ ഈ നാറികളുടെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് ഈ വോട്ട് ചെയ്യാൻ പോകുന്നവർ നാണക്കേട്, അറിയാവോ? ഞാൻ തുറന്നു പറയാണ്. ശരി, എനിക്ക് മനസ്സിലായി താങ്കളുടെ വികാരം. സ്വാഭാവികമായും കർഷകരെ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന വികാരം സ്വാഭാവികമാണ്. ശ്രീ രഘുവാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ രഘു, താങ്കൾ എങ്ങനെയാണ് ഈ കർഷക സമരത്തെ ഇങ്ങനെയാണോ നേരിടേണ്ടത്? ഇങ്ങനെയല്ല, അത് ആക്ച്വലി അത് ഇത് എന്താ പറയുക, കാനഡയിലുള്ള ഫണ്ടിങ് ആണ്, ഫോറിൻ ഫണ്ടിങ് ആണ് ഈ സർദാർജി കർഷകർക്കൊക്കെ വരുന്നത്. പിന്നെ ആ ഫോറിൻ ഫണ്ടിങ് വരുന്ന ഏജൻസി കേന്ദ്ര സർക്കാരിന് കണ്ടെത്തിയിട്ട് അതങ്ങ് തടയുകയൂടെ? അത് ചെയ്യണ്ട്. അത് തന്നെയാണ്. ഇത് കുറെ കാലമായാലും 2-3-4 വർഷമായി സമരം നടത്തുന്നില്ല, അല്ലെങ്കിൽ അവരെ തടഞ്ഞൂടെ? അത് ഇത് പൊളിറ്റിക്സ് ആണ്, സമയമെടുക്കുന്ന ടിക്കായിട്ടും ഉണ്ട്. അവരൊക്കെ ഒന്നാന്തരം പൊളിറ്റിക്സ് ആണ് കളിക്കണേ. ശ്രീ രഘു, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. അവർ പൊളിറ്റിക്സ് കളിക്കുകയോ ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. അവർ ഉന്നയിക്കുന്ന ആവശ്യം ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ കർഷകരാണ്. അവരെ വിളയ്ക്ക് ന്യായമായ താങ്ങുവില വേണം, അതിന് നിയമപരിരക്ഷ വേണം എന്ന് ആവശ്യപ്പെടുന്നതിന് എങ്ങനെയാണ് അതിനകത്ത് മറ്റു കാര്യങ്ങൾ? സ്വാഭാവികമാണ്, സമരം നടക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ താല്പര്യമുള്ളവർ അതിന് പിന്തുണയുമായി എത്തും. അല്ലാന്ന് ഇവര് ചോദിക്കണ ഗവൺമെന്റ് കൊടുക്കുമ്പോൾ നിങ്ങളൊരു നെഗോഷിയേഷനിൽ പോയിട്ട് ചെയ്യണം. ഇതല്ല അവൻ വന്ന് അവിടെ നിന്നിട്ട് എന്താ പറയാ, നമ്മുടെ നാഷണൽ ഫ്ലാഗ് അവിടെ നിന്ന് ഇറക്കാണ്. ഇവിടെ പോയിട്ട് ചാന്തി നമ്മുടെ റെഡ് ഫോർട്ടിൽ പോയിട്ട് ഈ തെമ്മാടിത്തരത്തിനാണോ അവരെ ഇതാക്കി വെക്കുന്നത്? അവരല്ലല്ലോ കർഷകർ. എത്ര കാലമായി സമരം ചെയ്തിട്ടാണ്? എങ്ങനെയാണ് താങ്കൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? കർഷകരുടെ ഉള്ളില് നിങ്ങളുടെ മിലിറ്റൻസി ഉള്ള ആൾക്കാരെ അതിന്റെ ഉള്ളിൽ കയറി. അത് ഏത് കാലത്തും സമരം ചെയ്യുമ്പോൾ അവർക്കെതിരെ ഏത് സർക്കാരും പറയുന്നതാണ് അവർ ഭീകരവാദികളാണ്, പുറത്തുനിന്ന് ഫണ്ട് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം കണ്ടതല്ലേ നിങ്ങൾ ഇവിടെ റെഡ് ഫോർട്ടിൽ? അത് ഗതികെട്ടിട്ടല്ലേ കർഷകർ അത്തരത്തിലേക്ക് സമരത്തിലേക്ക് വന്നത്? ഒരു ഗതികേടല്ല. പിന്നെ അവരുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കല്ലേ വേണ്ടത്? ഒരു മിനിറ്റ്, നിങ്ങൾ ഏത് കർഷകരല്ല അവൻ താമസിക്കണ ആ ഇതില്ലേ ടെന്റും അവന്റെ ഫെസിലിറ്റി നോക്ക്. അപ്പൊ കർഷകർ എല്ലാ കാലത്തും ദാരിദ്ര്യത്തിൽ കഴിയണമെന്നാണോ താങ്കൾ പറയുന്നത്? കർഷകർക്ക് പണം കിട്ടിക്കൂടെ? ഇത് ഫോറിൻ ഫണ്ടഡ്. മറ്റു ഉദ്യോഗസ്ഥർക്ക് മാത്രം മതിയോ കാശ്? കർഷകർ അതിന് എല്ലാ കാലത്തും ഇങ്ങനെ പാവപ്പെട്ടവരായി ജീവിക്കണമെന്നാണോ? അല്ലാതെ കർഷകർ വേണം. നിങ്ങൾ എന്തുകൊണ്ട് ഈ പഞ്ചാബും ഹരിയാനയിലും പഞ്ചാബിലുള്ള കർഷകർക്ക് മാത്രം പ്രശ്നം? മറ്റുള്ള പഞ്ചാബിലുള്ള കർഷകരല്ലേ? ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഒരു മിനിറ്റ്, 28 ഈ സ്റ്റേറ്റുകളില്ലേ, അവിടെ എവിടെയും ഇല്ലാത്ത കേരളത്തിലെ കർഷക സമരത്തിന് സമരം ചെയ്യാൻ നമ്മുടെ കൃഷി എത്രയുണ്ട്? പഞ്ചാബിലെ കൃഷി എത്രയുണ്ട്? അതിലും വലിയ ഭാരമായിട്ടുണ്ട് നിങ്ങളുടെ പാലക്കാട് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടേതായ അഭിപ്രായം, ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായം കാണും. എന്തായാലും ശ്രീ രാജശേഖരൻ നായരാണ് ഇടക്കുളത്ത് നിന്നും. ശ്രീ രാജശേഖരൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കർഷകരുടെ ആവശ്യം, അങ്ങനെ സമരം ചെയ്യുന്ന കർഷകരെ ഈ തരത്തിലാണോ നേരിടേണ്ടത്? നമസ്കാരം. കർഷകരുടെ സമരം തീർച്ചയായും ന്യായമാണ്. രാജ്യത്തെ കൃഷി വിഭവങ്ങൾ ഉത്ഭവിക്കുന്ന കർഷകർക്ക് അർഹമായ കൂലിയും വേതനവും അവരുടെ കൃഷിവിളകൾക്ക് ന്യായമായ വിലയും കൊടുക്കുവാൻ ഏതൊരു ഗവൺമെന്റും ബാധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ സമരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു സമരം നടത്തുന്ന വ്യക്തികളും ഒരു പോലീസ് ബാരക്കോ അല്ലെ നിയമപരമായിട്ടുള്ള ഒരു തടസ്സം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് അക്രമം കാണിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഈ രാജ്യത്തിന്റെ വരുമാനത്തിൽ നല്ലൊരു ഭാഗവും ഇവിടുത്തെ ഒരു ഭാഗം ഉദ്യോഗ വൃന്ദങ്ങളെ കൈയടക്കി കൊണ്ടുപോവാണ്. കർഷകർക്ക് കൂടി ന്യായമായ എല്ലാ കാര്യങ്ങളും കൊടുക്കുകയും കാർഷിക വിളകൾക്ക് മതിയായ വില കൊടുക്കുവാനും എല്ലാ സർക്കാരുകൾക്കും ബാധ്യതയുണ്ടെന്ന് മാത്രമാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ ബോസ് കൂടി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ബോസ്, താങ്കൾ എങ്ങനെയാണ് ഈ കർഷക സമരത്തെയും അതിനെ നേരിടുന്ന രീതിയും ഒക്കെ വിലയിരുത്തുന്നത്? ഇത് അവരവരുടെ സംസ്ഥാനത്ത് അവർക്ക് സമരം ചെയ്യാവുന്നേ ഉള്ളൂ. അവർക്ക് ഡൽഹിയിൽ വന്ന് സമരം ചെയ്യേണ്ട കാര്യമില്ല. സംസ്ഥാന സർക്കാർ അല്ലല്ലോ ഇത് അങ്ങനെ നിയമം ഉണ്ടാക്കേണ്ടത്. ഇത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതല്ലോ, കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതല്ലേ? അതല്ല, അവിടെ സമരം ചെയ്യുമ്പോൾ ആൾക്കാർ അവിടെ ഗവൺമെന്റ് ശ്രദ്ധിക്കുമല്ലോ. ഇത്രയും പേര്, ലക്ഷക്കണക്കിന് പേര് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് സംഭവിച്ച് നമുക്ക് അറിയാമല്ലോ. അവിടെ പ്രശ്നം പരിഹരിക്കല്ലേ വേണ്ട ശ്രീ ബോസ്?
ശ്രീ ബോസ്, അവരുടെ ഇതിന്റെ- പ്രശ്നം ഇതിന്റെ പരിഹരിക്കാത്തതുകൊണ്ടല്ലേ ഒരേ ആവശ്യം രാഷ്ട്രീയ- ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യേണ്ടി വരുന്നത്? ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് എന്റെ എങ്കിൽ പിന്നെ അവർക്ക് ഈ മഹാരാഷ്ട്ര നമ്മുടെ മലയാളികളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ ശ്രീ ബോസ്, പഞ്ചാബിലൊക്കെ ഇത്ര വലിയ സമരം നടത്താൻ വേണ്ടിയുള്ള ശേഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടോ എന്ന് എനിക്ക് എന്തായാലും അറിയില്ല. ഇല്ല, സാറിന് അറിയാലോ സാർ, ഇതിനു മുമ്പത്തെ സമരത്തിലും നമ്മുടെ മലയാളികളായ ഉണ്ട്, മലയാളികളുണ്ട്. സ്വാഭാവികമായും മലയാളികൾ ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മുൻപന്തിയിൽ നിൽക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ പഞ്ചാബിൽ നിന്നെത്തുന്നതും ഹരിയാനയിൽ നിന്നെത്തുന്നതും കമ്മ്യൂണിസ്റ്റുകാരാണ്, മലയാളികളാണെന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി കടന്ന കൈയായി പോകും. ഇല്ല എല്ലാ സമരത്തിന്റെ പുറകിലും നമുക്ക് നമ്മുടെ മലയാളികളുടെ ഒരു വളരെ സ്വാധീനം എല്ലാ സമരത്തിലും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മലയാളികൾക്ക് ആ പാർട്ടിയൊക്കെ വളർത്താൻ കഴിയില്ലേ? ഹരിയാനയിൽ വരുന്ന ആയിരക്കണക്കിന് ദിവസം, കഴിഞ്ഞ വർഷം 1 വർഷത്തോളമാണ് കർഷകർ അവിടെ തമ്പടിച്ച് നിന്ന് സമരം നടത്തിയത്. അങ്ങനെയൊക്കെ സമരം ചെയ്യാനുള്ള ശേഷിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏത് നിലയിൽ എത്തിയേനെ? ഇല്ല, അത് 1 വർഷമൊക്കെ വലിയ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ സമരം ചെയ്യുമ്പോൾ ആ കർഷകർക്ക് തന്നെ എത്ര പേര് മരിച്ചു. അതെ, എന്നിട്ട് പോലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്നില്ല. അതെന്ന് പറയുന്നത് ഈ പിന്നെ ഇലക്ഷന്റെ സമയത്ത് ചെയ്യുന്ന സമരങ്ങളാണ് ഇതെല്ലാം. ഇപ്പൊ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞില്ലേ ശ്രീ ബോസ്? അങ്ങനെ ഉണ്ടെങ്കിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തോ അല്ലെങ്കിൽ ഹരിയാന, അതിനു മുമ്പ് ഹരിയാന തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴല്ലോ സമരം ചെയ്യേണ്ട? അവർ ആ സമയത്തൊന്നും അല്ലല്ലോ സമരം ചെയ്തത്. അവർ ആ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞിട്ടല്ലേ സമരം ചെയ്തത്? അതെ, പക്ഷെ ബാക്കി ഒരു സംബന്ധം ഇല്ലാത്ത ആൾക്കാർ കൂടെ ബാധിക്കുന്നല്ലോ. ബാധിക്കണമല്ലോ. ഇന്ത്യയിലെ കർഷകർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ ഇന്ത്യയെ ഊട്ടി വളർത്തി നിർത്തുന്ന അവരല്ലേ. അവരില്ലെങ്കിൽ നാളെ എനിക്കോ നിങ്ങൾക്കോ ഊണ് കഴിക്കാൻ കഴിയുമോ? നമ്മളല്ലല്ലോ കൃഷി ചെയ്ത് നമ്മൾ പണം കൊടുത്താൽ അരി കിട്ടണമെങ്കിൽ, പണം കൊടുത്താൽ മറ്റു പയറ് കിട്ടണമെങ്കിൽ, ഇതെല്ലാം കിട്ടണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഊട്ടി വളർത്തണം, ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് ഉണ്ടാക്കണം. അല്ലാതെ നമുക്കിത് കിട്ടുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ സമരം ചെയ്യാതെ പിന്നെ ബിസിനസ് ഇത് ചെയ്യണമെന്നുള്ളത്, കൃഷി ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കൃഷി ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത്? കൃഷിക്ക് വില കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർ എന്ത് ചെയ്യണം? ശരി, ഓക്കെ. എന്തായാലും കൊല്ലത്ത് നിന്ന് ശ്രീ ഷെരീഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഷെരീഫ്, താങ്കൾ എങ്ങനെയാണ് ഈ കർഷക സമരത്തെ കാണുന്നത്? തികച്ചും ന്യായമായ ഒരു സമരമാണ് സാർ ഇത്. അത് നമ്മളിപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ജനാധിപത്യത്തിൽ യാതൊരു വിശ്വാസമില്ലാത്ത ഒരു ഭരണകൂടമാണ്. ഈ ഭരണകൂടത്തിൽ നിന്ന് ഒരു സമരങ്ങൾക്കും ന്യായമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകത്തില്ല. അവര് മനഃപൂർവ്വം ഈ കർഷകരെ ദ്രോഹിക്കാൻ വേണ്ടി, ഇവിടെ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഗവൺമെന്റാണിത്. ഈ ഗവൺമെന്റിൽ നിന്ന് ഇനി ആരെല്ലാം സമരം ചെയ്താലും അവർക്ക് ന്യായമായിട്ടുള്ള ഒരു പരിരക്ഷയും ഒരു തീരുമാനങ്ങളും ഈ ഭരണകൂടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. അത്രയ്ക്ക് വളരെ മോശമായ ജനാധിപത്യത്തിൽ സമരം സമരം ഉണ്ടാകും. ആ സമരത്തിന് കൂടിയാലോചനകളിലൂടെ പരിഹാരം കാണുകയാണ് വേണ്ടത്. അല്ലാതെ അധികാരം കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് ഈ ഗവൺമെന്റ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് പട്ടാളത്തെയും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് അത് അടിച്ചമർത്തുകയല്ല വേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഗബ്രിയേൽ കൂടി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഗബ്രിയേൽ, താങ്കൾ എങ്ങനെയാണ് ഈ സമരത്തെ സർക്കാർ നേരിടുന്ന രീതിയെയും കാണുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ മാധ്യമങ്ങളാണെങ്കിലും പലതവണയും പറയുന്നുണ്ട്, ഈ പത്തനംതിട്ടയിലായാലും കേരളത്തില് എവിടെയെങ്കിലും നല്ല കൃഷി നടക്കുന്ന ഏത് ഭാഗങ്ങളുണ്ട്? ഇവിടെ സാധാരണക്കാരന് കൃഷി ചെയ്യാൻ വയ്യാത്ത ഒരു അന്തരീക്ഷം, നാണ്യവിളയായാലും അല്ലാത്ത വിളയായാലും ചെയ്യാനൊക്കാത്ത ഒരു സിറ്റുവേഷനാണ് ഇന്ന് കേരളം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ഇവ ഇടതും വലതും ഇപ്പൊ പറയുന്ന BJPയും എല്ലാം പ്രവർത്തിക്കുന്നത് കർഷകന് വേണ്ടിയൊന്നുമല്ല. ഇവർക്ക് തിന്നാൻ കിട്ടുന്നുണ്ട്, എവിടെ നിന്നാണെങ്കിലും കിട്ടും. സാധാരണക്കാരന് കിട്ടത്തില്ല. സാധാരണക്കാരൻ അധ്വാനിക്കുന്നത് പോലും അവന്റെ പെരക്കകത്ത് വരണമെങ്കിൽ പ്രകൃതിക്ഷോഭം നോക്കണം, മൃഗങ്ങളെ നോക്കണം, എല്ലാം അവൻ സംരക്ഷിക്കണം. എന്നാൽ ഇതിനെയൊക്കെ വെടിവെച്ച് ഒഴിവാക്കാനോ വല്ലതും തോക്കിന് ലൈസൻസ് കൊടുക്കുവോ? ശരി, ഓക്കെ. എന്നാൽ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപ് കൂടി ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കർഷക സമരമൊക്കെ നല്ലത് തന്നെയാണ്. ഹലോ, പറഞ്ഞോളൂ താങ്കൾ. കർഷക സമരമൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ വേറൊരു കാര്യം, നിങ്ങൾ ഈ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ കർഷകർക്ക് 5 പൈസ ഇതുവരെ സർക്കാർ കൊടുത്തില്ല, അറിയോ? നെല്ലിന്റെ പൈസ വരെ കൊടുക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾ പഞ്ചാബിലെയും ഹരിയാനയിലും മറ്റേലൊന്നും കാര്യം പറയില്ല. ആദ്യം കേരളത്തിലെ വിഷയം നമ്മൾ പലതവണ വാർത്ത നൽകിയിട്ടുള്ളതാണ്. പാലക്കാട് അടക്കം മറ്റുള്ളവരുടെ കാര്യം കാര്യമല്ലല്ലോ. നമ്മൾ ഈ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അരി മേടിച്ചല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. പഞ്ചാബിലെയും
ഹരിയാനയിലും ഗുജറാത്തിലും കാര്യം മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ ശ്രീ പറ്റുള്ളൂ. പ്രദീപ്, നമ്മൾ കേരളത്തിലെ വിഷയം എത്രയോ തവണ ചർച്ച ചെയ്തിരിക്കുന്നു. കർഷകർക്ക് നെല്ലിന്റെ പൈസ കൊടുത്തില്ല, അറിയില്ലേ? ശരി ശ്രീ പ്രദീപ്, ആ വിഷയം നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തിരിക്കുന്നു, എത്രയോ തവണ വാർത്ത നൽകിയിരിക്കുന്നു. പറഞ്ഞിട്ട് ഞങ്ങൾക്കും സ്വാതന്ത്ര്യം സംസാരിക്കാം, അറിയോ? താങ്കൾ പറഞ്ഞു കഴിഞ്ഞോ? എവിടെ കേരളത്തിലെ കർഷകരുടെ പൈസ കൊടുത്തിട്ടുണ്ടോ? അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? അത് ചർച്ച ചെയ്തിട്ടുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ പഞ്ചാബിലെ അറിയാം? അത് പഞ്ചാബ് ഇന്ത്യയിലല്ലേ? നിങ്ങൾ ഇവിടുത്തെ മാധ്യമനല്ലേ? ശ്രീ പ്രദീപ്, പഞ്ചാബ് ഇന്ത്യയിലല്ലേ? അവിടുന്ന് പുറത്തുനിന്ന് ഈ കേരളത്തിൽ നിന്നുള്ള അരി നിന്നാണോ നമ്മൾ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് നാണമില്ലാത്തതുകൊണ്ടല്ല. ആവശ്യം കൊടുക്കണം, അതിന് ആരും ഒരു ബുദ്ധിമുട്ടില്ല. ആരും ശരി, ഓക്കെ, എന്തായാലും ഇവിടെ നെല്ലിന്റെ പൈസ ശരി, ഓക്കെ. കൊടുക്കില്ല. ശ്രീ പ്രദീപ്, എന്തായാലും ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, കേരളത്തിലെ നെല്ല് സംഭരണത്തിന് പണം കൊടുക്കാത്തത് സംബന്ധിച്ച് പലതവണ വാർത്ത നൽകിയിട്ടുള്ള ചാനൽ തന്നെയാണ് ഞങ്ങളുടെ ന്യൂസ് 18. എത്രയോ തവണ വാർത്താ പരമ്പരയടക്കം അത്തരം വിഷയങ്ങൾ നൽകിയിട്ടുണ്ട്. കേരളത്തിലെ വിഷയം മാത്രമല്ല, കേരളത്തിലെ ജനത്തിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയുടെ വിഷയവും ആ അർത്ഥത്തിലടക്കം എല്ലാ അർത്ഥത്തിലും അത് പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. കേരളീയർക്ക് മാറി നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല കർഷക സമരത്തിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെന്നത്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഏതായാലും ഞായറാഴ്ച കൂടി പ്രതികരണ വേദി തുറന്നു വെച്ച ന്യൂസ് 18 കേരള ഞാൻ അഭിനന്ദിക്കുകയാണ്. സാധാരണക്കാരുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ള നല്ലൊരു അവസരമാണ് നിങ്ങൾ വീണ്ടും അത് തുറന്നു വെച്ചിരിക്കുന്നത് എന്നത് ഏറെ സന്തോഷകരമാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ഞായറാഴ്ച തുറന്നു വെച്ചിരിക്കുന്നു എന്നതും ഞാൻ അതിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ നട്ടെല്ലാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. കാരണം അവര് ഉണ്ടാക്കുന്ന ധാന്യങ്ങൾക്ക്, അവരുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് ഒരു താങ്ങുവില നിശ്ചയിക്കുക എന്നത് ന്യായമായ അവകാശമാണല്ലോ. മറ്റൊന്ന്, കർഷകർ വളരെയേറെ പ്രയാസപ്പെടുന്ന കടം അത് അവർ എഴുതിത്തള്ളണമെന്ന് പറയുന്നതും ഒരു വലിയ കാര്യമാണല്ലോ. അതിന് മുഖം തിരിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഭരണകൂടങ്ങൾ അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി അവർ കണ്ണ് തുറക്കണ്ടേ, ചർച്ചകൾ ചെയ്യണ്ടേ? ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് പറഞ്ഞ സമയം പരിധി കഴിഞ്ഞിട്ടാണ് അവർ ഇന്ന് സമരമുഖത്തേക്ക് വീണ്ടും വന്നത്. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സംഘർഷമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ തോമസ് കൂടി ചേരുന്നുണ്ട്. ആലങ്കോട് നിന്നാണ് ശ്രീ തോമസ് വിളിക്കുന്നത്. ശ്രീ തോമസ്, താങ്കൾ നേരത്തെ പൊതുവേദിയിൽ വിളിച്ചിട്ടുള്ള ആളാണോ? അതെ, ഒരു പ്രാവശ്യം വിളിച്ചിട്ടുള്ള ഉണ്ട്. ശരി, ഓക്കെ. ഞങ്ങൾ ഇന്നാണ് ഞായറാഴ്ച കൂടി പൊതുവേദി ആരംഭിക്കാൻ വളരെ നല്ലത്. നിങ്ങൾ ഈ ന്യൂസ് 18 ഇങ്ങനെയുള്ള പൊതുവായ കാര്യങ്ങൾ കൂടുതൽ എടുത്ത് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ കേരളത്തിന്റെ ആയാലും ഇന്ത്യയിലെ ആയാലും ശരി, നമ്മൾ ഇന്ത്യയിലെ മൊത്തം, നമ്മൾ കേരളം അല്ലേ എടുക്കുന്നത്, ഇന്ത്യയിലെ മൊത്തം, കേരളം അല്ലാത്ത സംസ്ഥാനമാണ്. മൊത്തം നമ്മൾ ഇന്ന് ജനാധിപത്യ രീതിയിൽ കൂടെ ഭരണം ഇലക്ഷൻ നടത്തുകയും ഭരണത്തെ കയറുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു ഏകാധിപത്യം, നമ്മൾ കറക്റ്റായിട്ട് ഇരുന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏകാധിപത്യ ഭരണത്തിൽ കൂടെയാണ് കേരളമായാലും ഇന്ത്യ ആയാലും പോകുന്നത്. നമ്മളെ ഇവിടുത്തെ ജനങ്ങൾക്ക്, അതായത് ഇവിടുത്തെ കർഷകരായിക്കോട്ടെ, മറ്റുള്ള ഏത് രീതിയിലുള്ള കർഷകർ റബ്ബർ ആയിക്കോട്ടെ, നമ്മളെ നെല്ലായിക്കോട്ടെ, ഗോതമ്പിന്റെ ആയിക്കോട്ടെ, എന്തിന്റെ ആയാലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കർഷകർക്കോ ജനങ്ങൾക്കോ ഉപകാരപ്രദമായ രീതിയിൽ ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റും ഇല്ല. അതിപ്പം ഏത് സംസ്ഥാന ഗവൺമെന്റ് എടുത്താലും. അത് ഞാനിപ്പോ ആരെയും ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ അണ്ണാ ഹസാരെ എന്ന് പറഞ്ഞ വലിയ നേതാവ് ഉണ്ടായിരുന്നു പണ്ട്. എത്രയോ കാലങ്ങൾ ഡൽഹിയിൽ ഇരുന്ന് അത് ജനങ്ങൾ മനസ്സിലാക്കണം. മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടെ പോകേണ്ടതുകൊണ്ടാണ്. ശ്രീ തോമസ്, ശ്രീ നൌഷാദ് കൂടി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. ശ്രീ നൌഷാദ്, താങ്കൾ എങ്ങനെയാണ് ഈ കർഷകരുടെ ആവശ്യത്തെയും അതോടൊപ്പം തന്നെ ഈ സമരത്തെ നേരിടുന്നത്? സാറേ, 86 ഇഞ്ച് 90 ഇഞ്ച് നെഞ്ചടവുള്ള നമ്മുടെ പ്രധാനമന്ത്രിക്ക് നമ്മുടെ കർഷകരുമായിട്ട് ഒരു 5 മിനിറ്റ് ചർച്ച ചെയ്യാൻ പറ്റത്തെന്ന് പറഞ്ഞാൽ ഇത് എന്ത് ന്യായമാണ് സാറേ? അവര് പറയുന്നത് മിനിമം താങ്ങുവില MSP നടപ്പിലാക്കുക. അതവര് എന്തുകൊണ്ടാണ് നടപ്പാക്കി കൊടുത്തുകൂടാ? ഇവര് ഭരിക്കുന്ന അദാനിക്കും റിലയൻസിനും വേണ്ടിയാണ് അവർ ഭരിക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഒരു ചർച്ച ചെയ്തുകൂടാ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. താങ്കൾ ഇനി വിളിക്കുമ്പോൾ സ്വാഭാവികമായി മറ്റു പ്രേക്ഷകർ ശ്രദ്ധിക്കുക, TV മ്യൂട്ട് ചെയ്ത ശേഷം ഫോണിൽ സംസാരിക്കുക. TV ഉണ്ടെങ്കിൽ കൃത്യമായി പറയാൻ കഴിയില്ല. ശ്രീ ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ശ്രീ ഹരികൃഷ്ണൻ ചേരുന്നത്. ശ്രീ ഹരികൃഷ്ണൻ, താങ്കൾ ഈ സമരത്തെ എങ്ങനെയാണ് കാണുന്നത്? സമരത്തെ സർക്കാർ നേരിടുന്ന രീതിയെ എങ്ങനെയാണ് കാണുന്നത്? താങ്കളും TV മ്യൂട്ട് ചെയ്തിട്ടില്ല. TV മ്യൂട്ട് ചെയ്താൽ ഉപകാരമായിരുന്നു.
ശ്രീ രാകേഷാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രാകേഷ്, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്? എനിക്കൊരു കാര്യത്തിലാണ് സംശയം. പറഞ്ഞോളൂ. ഇതിപ്പോ ഇന്ത്യ എന്ന് പറഞ്ഞ 10-29 സ്റ്റേറ്റുകൾ ഒരുമിച്ചുള്ളതാണല്ലോ. അതെ. ഈ 29 സ്റ്റേറ്റിലും ഒരേ നിയമമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഉള്ളത്. പക്ഷെ ഇത് പഞ്ചാബിലെ കർഷകർ മാത്രമാണ് ഇങ്ങനെ ജാഥയായിട്ട്, അതും ഡൽഹിക്കാണ് പോവാൻ ശ്രീ ഉദ്ദേശിക്കുന്നത്. രാകേഷ്, പഞ്ചാബിൽ മാത്രമല്ല, പഞ്ചാബിലെ കർഷകർ മാത്രമല്ല, ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ കർഷകർ സമാനമായ രീതിയിൽ തന്നെ സമരത്തിലാണ്. വിവിധ കർഷക സംഘടനകൾ, ഏകദേശം 14-ഓളം കർഷക സംഘടനകളുണ്ട് സമരത്തിൽ. പഞ്ചാബുകാർ ഇപ്പോൾ സമരത്തിന് മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, മറ്റവരും ഇപ്പോൾ അതിർത്തിയിലൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ പഞ്ചാബുകാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിന് മുന്നിട്ട് സ്വാഭാവികമായും പഞ്ചാബ് കാർഷിക മേഖല കൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കാർഷിക സംസ്ഥാനങ്ങൾ തന്നെയാണ്. ആന്ധ്രയായാലും തമിഴ്നാടായാലും കർണാടക ആയാലും മഹാരാഷ്ട്ര ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ പഞ്ചാബ് ഗവൺമെന്റിന്റെ ഫുള്ളായിട്ടുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ അവർ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഹരിയാന അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് കടക്കാൻ കഴിഞ്ഞ ആഴ്ച സമരം തീരുമാനിച്ചപ്പോൾ അത് തടഞ്ഞത് ഹരിയാന സർക്കാരിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണോ? ഹരിയാന ഭരിക്കുന്നത് ഏത് പാർട്ടിയാണെന്ന് അറിയാം. ഹരിയാന സർക്കാരിന്റെ സപ്പോർട്ട്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പഞ്ചാബ് ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് പഞ്ചാബിലുള്ള ഈ കർഷകർ ഹരിയാനയിൽ കൂട്ടുന്നത്. അവര് കാണിക്കുന്നത് ശരിയാണെന്നുള്ള കർഷകരുടേതായ ആവശ്യങ്ങൾ ന്യായമായിരിക്കാം, പക്ഷെ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും രാകേഷ്, താങ്കൾ കഴിഞ്ഞ വർഷം നടന്ന സമരത്തെക്കുറിച്ചും ദീർഘകാലം നടന്ന സമരത്തെക്കുറിച്ചും ഒക്കെ കണ്ടു കാണും. അന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉണ്ടാക്കിയ ഒത്തുതീർപ്പനുസരിച്ച് 2-3 റൗണ്ട് ചർച്ചകൾ നടന്നതാണ്. പക്ഷേ അവർ ഉന്നയിച്ച ഒരാവശ്യത്തിനും തീരുമാനം ഉണ്ടായിട്ടില്ല. അവർ പിന്നെയും കാത്തു. ഇപ്പോൾ സമരം ചെയ്യാനാണെങ്കിൽ അവർ സമരം ചെയ്യേണ്ടിയിരുന്നത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ്. രാഷ്ട്രീയമായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുന്നൊരു ഘട്ടത്തിൽ. അതും എല്ലാം കഴിഞ്ഞാണ് അവർ ഒരു തെരഞ്ഞെടുപ്പുമില്ലാത്തൊരു ഘട്ടത്തിലാണ് കർഷകർ സമരം നടത്തുന്നത്. ആ സമയത്തെങ്കിലും അവരോട് വിളിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് ഒരു സർക്കാരിനെ സംബന്ധിച്ച് പ്രാഥമികമായ ഉത്തരവാദിത്തമല്ലേ? അത് ശരിയാണ്, നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, എന്തുകൊണ്ടാണ് ഈ പഞ്ചാബിലെ കർഷകർക്ക് മാത്രം? പഞ്ചാബിലെ കർഷകർക്ക് മാത്രമല്ല ശ്രീ രാകേഷ് ഉള്ളത്, അത് ഹരിയാനയിലെ കർഷകർക്കും ഉത്തർപ്രദേശിലെ കർഷകർക്കും മറ്റ് ഇന്ത്യയിലെ പല നാടുകളിലെ കർഷകർക്കും ഉണ്ട്. അവർക്കൊക്കെ തമിഴ്നാട്ടിലെ കർഷകന് ഇവിടുന്ന് ഡൽഹി വരെ പോകാൻ കഴിയാത്തതുകൊണ്ടാവും അവർ പോകാത്തത്. അവരുടെ മാത്രമാണോ ഞാൻ ചോദിച്ചോട്ടെ, ഡൽഹിയെ പോയ മാത്രമാണോ ഇത്? കേന്ദ്ര സർക്കാർ നടപ്പാക്കേണ്ട നിയമത്തിന് സംസ്ഥാന സർക്കാരിനോട് സമരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിലായാലും സംസ്ഥാന ഗവൺമെന്റ് ഇതിന് യാതൊരു റോളും ഇല്ലേ? അങ്ങനെയല്ലല്ലോ. ഈ നിയമം അവരുടെ ആവശ്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ലേ? അതാത് സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന ഐറ്റം കാർഷിക വിളകൾക്ക് അതിന്റെ താങ്ങുവില പ്രഖ്യാപിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന് മാത്രമായി അതിന്റെ സാമ്പത്തിക ബാധ്യതകളില്ല. കേന്ദ്രം നിയമം മൂലം നടപ്പാക്കണം. എത്ര വീതം കേന്ദ്രം എടുക്കുന്നു, എത്ര വീതം സംസ്ഥാനം എടുക്കുന്നു, അതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ടതാണ്. കേന്ദ്രം നിയമം മൂലം ഞാൻ ഒരു കർഷകനാണെങ്കിൽ കർഷകൻ ഉണ്ടാക്കുന്ന വിളയ്ക്ക് ഒരു മിനിമം താങ്ങുവില വേണം. അവർക്ക് മിനിമം താങ്ങുവില എങ്ങനെയാണ് കണക്കാക്കുന്നത്? അവർക്ക് മിനിമം ഇത്ര രൂപ ചിലവുണ്ട്. ആ ചിലവ് മിനിമം അടുത്ത തവണ കൃഷി ഇറക്കണമെങ്കിൽ അതിൽ നിന്ന് കുറച്ചെങ്കിലും മിച്ചം പിടിക്കാൻ കഴിയണം. ആ തുക അല്ലാതെ വലിയ തുകയൊന്നുമല്ല. ആ തുകയെങ്കിലും ഉറപ്പാക്കണമെന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമല്ലേ? ന്യായമായ കാര്യമാണ്. പക്ഷെ ഓരോ സംസ്ഥാനത്തിലും ഓരോ റേറ്റിലാണ് ഇത് വരിക. അതെ, ഓരോ സംസ്ഥാനത്തിലും ഓരോ ചെലവല്ലേ വരുന്നത്. ഇപ്പൊ കേരളത്തിലെ റേറ്റ് അല്ലല്ലോ തമിഴ്നാട്ടിൽ. നിയമം പാസ്സാക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ലേ? കേന്ദ്രത്തിന് പൊതുവായിട്ട് ഒരു നിയമമല്ലേ ഉണ്ടാക്കാൻ പറ്റും. അതിനനുസരിച്ച് പണം കൊടുക്കാൻ കഴിയണം. കൂടുതൽ അതില് ശരി, ഓക്കെ. എന്തായാലും രാകേഷ്, അക്കാര്യത്തിൽ രാകേഷ് എന്തായാലും കൂടുതൽ പരിശോധിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമില്ല എന്നല്ല, ഇക്കാര്യത്തിൽ നിയമം നടപ്പാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് സമരം നയിച്ചുകൊണ്ടുമിരിക്കുന്നത് കർഷകർ. ശ്രീ സന്തോഷാണ് പെരുമ്പാവൂരിൽ നിന്നും ചേരുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, കർഷകരുടെ കാര്യങ്ങൾ ന്യായമാണ്. പക്ഷെ കർഷകരുടെ പേര് പറഞ്ഞ കർഷകരല്ല യഥാർത്ഥത്തിൽ സമരം ചെയ്യുന്നത്. മറ്റ് ബാഹ്യ ശക്തികൾ ഒത്തിരി പേര് ഇതിൽ ഇടപെടുകയും അവർക്ക് വിദേശസഹായം വരെ കിട്ടി. അവരാണ് ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത്. സന്തോഷം, അങ്ങനെ വിദേശ സഹായമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ വിദേശ സഹായമൊക്കെ അന്വേഷിക്കാൻ പ്രാപ്തമായ ഒരു കേന്ദ്ര സർക്കാരല്ലേ? അതോ അതൊന്നും കണ്ടാൽ തടയാൻ കഴിയാത്ത കേന്ദ്ര സർക്കാരാണോ ഉള്ളത്? അല്ലല്ലോ. എത്രയോ പല മാർഗങ്ങളിലൂടെയാണ് അവർക്ക് സഹായം കിട്ടുന്നത്. എന്തുകൊണ്ട് ഈ കർഷക സമരത്തെ കനേഡിയൻ പ്രസിഡന്റ് പോലും, കനേഡിയൻ പ്രധാനമന്ത്രി പോലും ചെയ്യുന്നത്? അവർക്ക് ഓരോ രാജ്യവും, 2 രാജ്യങ്ങൾ തമ്മിൽ തെറ്റിയാൽ സ്വാഭാവികമായും ആ രാജ്യത്തെ വിഷയങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി അഭിപ്രായം പറയുകയൊക്കെ ചെയ്യും. അതല്ലല്ലോ ഇതിപ്പോ കർഷകർ ഉന്നയിക്കുന്ന ആര് പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതല്ല വിഷയം. കർഷകർ ഉന്നയിക്കുന്ന വിഷയം ന്യായമാണ്.
കർഷകർ ഉന്നയിക്കുന്ന ന്യായം അവർക്ക് ന്യായമായിട്ട് നീതി ഉറപ്പാക്കുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ കർഷകരുടെ പേര് പറഞ്ഞ് 90% വരുന്നത് ഒരു കർഷകരല്ല. അത് എങ്ങനെ അറിയാം നമുക്ക്? ശ്രീ സന്തോഷ്, താങ്കൾക്ക് എങ്ങനെയാണ് അറിയാവുന്നത് അത് കർഷകരല്ല എന്ന്? തീർച്ചയായിട്ടും പല സഹായങ്ങളും അവർക്ക് ഇപ്പോഴും ശരി, ഓക്കെ. എന്തായാലും അത് താങ്കളുടെ അഭിപ്രായം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തടയേണ്ട ഉത്തരവാദിത്തമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരിൻ്റെയിലാണ് അത്തരം ഏജൻസികളെല്ലാം ഉള്ളത്. അവരത് തടയുകയാണ് വേണ്ടത്. അല്ലാതെ കർഷകർ സമരം നടത്തുമ്പോൾ നിങ്ങൾക്ക് വിദേശ സഹായം കിട്ടുന്നുണ്ട്, കർഷകരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതി ആരായാലും ചെയ്യുന്നത് ശരിയല്ല. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രാജ്യത്ത് കർഷക സമരം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. കർഷകരെ അതിർത്തിയിൽ തടഞ്ഞിരിക്കുകയാണ്. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ അവിടെ നിന്ന് ഡൽഹി ചലോ മാർച്ചിന് വേണ്ടി കർഷകർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കർഷക സമരങ്ങൾ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യമാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നും സർക്കാർ അതിനെ ശക്തമായി നേരിടുകയും ചെയ്യുന്നു. ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ പ്രസാദ് കൃഷ്ണനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ പ്രസാദ് കൃഷ്ണൻ, കർഷകരുടെ ആവശ്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ സമരത്തെ നേരിടുന്ന സർക്കാരിൻ്റെ രീതിയെ എങ്ങനെയാണ് കാണുന്നത്? ആദ്യമായിട്ട് ഞാൻ ജനകീയ വിഷയങ്ങളിൽ ഇത്രയധികം ഇടപെടുന്ന ന്യൂസ് 18 ചാനലിനെ അഭിനന്ദിക്കുകയാണ്. ശരി, നന്ദി, നല്ല വാക്കുകൾക്ക്. അതുപോലെ നമുക്ക് മറിച്ചാണ് പറയുന്നത്. ജനങ്ങളാണല്ലോ പറയേണ്ടത്, ജനങ്ങളോടാണല്ലോ കാര്യങ്ങൾ ചോദിക്കുക. മറ്റു പല ചാനലുകളിലും അവര് മാത്രം സംസാരിക്കുന്ന ഒരു ഇടപെടലുകൾ മാത്രമാണ് നടത്തുന്നത്. ഇവിടെ ജനങ്ങളെ വിളിച്ച് സംസാരിക്കാൻ തോന്നുന്നു. എപ്പോഴും ചാനലുകൾക്ക് ജനങ്ങളോട് സംസാരിക്കുന്നത് ഏകപക്ഷീയമാവരുത്. തിരിച്ച് ജനങ്ങൾ പറയാനുള്ളത്, ജനങ്ങൾ പറയുമ്പോൾ ചിലർ വൈകാരികമായിട്ടൊക്കെ പറയും, ചിലർ ചിലപ്പോൾ അല്പം കടുപ്പിച്ചൊക്കെ പറയും. പക്ഷേ അതൊക്കെ സ്വാഭാവികമായ ജനങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ന്യൂസ് 18 പൊതുവേദി നടത്തുന്നതും ഇപ്പോൾ അത് 1 മണിക്കൂറായി ഉയർത്തിയതും ഞായറാഴ്ച കൂടി പൊതുവേദി ഉൾപ്പെടുത്തിയതും. വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യമാണ് നമ്മുടെ നാടിന്റെ നട്ടെല്ല്. അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ ഒരു സമരത്തിനെ നമ്മളെല്ലാവരും പിന്തുണച്ചേ തീരും. കാരണം നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ ആശ്രിതരാണ്, ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഈ ഒരു സമരത്തോട് അനുഭാവപൂർവമായ ഒരു ഇടപെടലാണ് നടത്തേണ്ടത് എല്ലാവരും തന്നെ. ശരി, ഓക്കെ, അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉമേഷ് കൂടി ചേരുന്നുണ്ട് പാലയിൽ നിന്നും. ശ്രീ ഉമേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ കർഷക സമരത്തെ കാണുന്നത്? കിരണ, കർഷക സമരം ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കൊക്കെ ആഹാരം കഴിക്കണമെങ്കിൽ അവരെ ആശ്രയിക്കണം, അതിനകത്തൊന്നും മാറ്റമില്ല. അതുപോലെ അവരൊക്കെ 5 വാഗ്ദാനങ്ങൾ കൊടുത്തത് പാലിച്ചിട്ടില്ല, അതൊക്കെ പാലിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ സമരം കുടുംബരി കൊണ്ടുവന്നപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ അവരൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്ത് പിൻവലിച്ചതാണ്, അതൊക്കെ പാലിക്കണം. പാലിക്കാതെ മുന്നോട്ട് പോയാലൊന്നും കാര്യങ്ങൾ നടക്കില്ല. പിന്നെ തുടർഭരണം കിട്ടുമ്പോഴെങ്കിലും അത് പാലിച്ച് മുന്നോട്ട് പോകണം. അവരുടെ കാര്യങ്ങളൊക്കെ പോകണം. അവരെന്ന് പറഞ്ഞാൽ അവര് അന്നന്ന് വേലിയെടുത്ത് ജോലിയെടുത്ത് കഴിയുന്നവരാണ്. നമുക്കൊക്കെ അന്നദാനങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നവരൊക്കെയാണ്. പക്ഷെ ഈ കെയറോപ്പ് പറഞ്ഞ് മറ്റുള്ളവരാരും ഞൊഴിഞ്ഞ് കയറി പ്രശ്നങ്ങളുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. കൊടിമരമൊക്കെ നാട്ടുന്നു, മരത്തിന് കൊടിമരത്തിന് മണ്ട വലിച്ചു കയറുന്നു, കെട്ടിടത്തിന് മണ്ട കരിച്ചു കയറുന്നത് കണ്ട, അതൊക്കെ തെളിഞ്ഞതുമാണ്. വാറ്റ് പുറത്തുനിന്ന് വന്നവരാണ്. ശ്രീ ഉമേഷ്, സ്വാഭാവികമായും വലിയ സമരങ്ങൾ നടക്കുമ്പോൾ ആ സമരത്തിനിടയിലൊക്കെ പലരും നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട്, സമരത്തിനെ വഴിതെറ്റിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അത്തരം പ്രശ്നങ്ങളല്ലല്ലോ. അതുകൊണ്ട് സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം ഏതെങ്കിലും തരത്തിൽ മാറുന്നില്ലല്ലോ. അത് ന്യായമായ ഒരു ഉദ്ദേശമല്ലേ, അവർക്ക് നടപ്പാക്കി കൊടുക്കുകയല്ലേ വേണ്ടത്? അതെ, അവരുടെ ഉദ്ദേശം ന്യായമായ കാര്യം, നടപ്പിലാക്കാതിരിക്കുന്ന വളരെ മോശം. പക്ഷേ ഈ കർഷകരുടെ നേതൃത്വം വഹിക്കുന്നവർ അവര് നോക്കണം, ആരും ഇങ്ങനെയുള്ളവർ കയറി വരുന്നുണ്ടോ. അവരുടെ സമരത്തെ തന്നെ അത് നശിപ്പിക്കാൻ വരുന്നവരാ, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അപ്പൊ അത് അങ്ങനെ ഉണ്ടാകാതെ അവര് നോക്കണം. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ നിന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം CPM-ന്റെ ആൾക്കാരൊക്കെ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സൈമൺ ആണ് പുനലൂരിൽ നിന്നും. ശ്രീ സൈമൺ, താങ്കൾ എങ്ങനെയാണ് ഈ കർഷക സമരത്തെയും അതിനെ നേരിടുന്ന സർക്കാരിന്റെ? ന്യായമായ സമരമാണ്. താങ്കൾ പറഞ്ഞോളൂ. കർഷകരുടെ സമരം ന്യായമായ. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ. ടിവിയിൽ ശ്രദ്ധിക്കണ്ട, TV മ്യൂട്ട് ചെയ്ത്. കർഷകരുടെ സമരം ന്യായമായ സമരമാണ്. ഇന്ത്യ ഭരണം യഥാർത്ഥത്തില് അംബാനി അദാനിയെ ഏൽപ്പിക്കേണ്ടുന്നത്. എന്നാലും ന്യായമായ സമരമാണ്. താങ്കള് TV-യിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് തുടർച്ചയായി സംസാരിക്കാൻ കഴിയാതെ പോകുന്നത്. മറ്റുള്ളവർ ശ്രദ്ധിക്കുക, TV മ്യൂട്ട് ചെയ്ത ശേഷം വേണം നമ്മൾ പൊതുവേദിയിൽ സംസാരിക്കാൻ. ശ്രീ സൈമൺ ആണ് പുനലൂരിൽ നിന്നും. ശ്രീ സൈമൺ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ക്ഷമിക്കണം, സൈമണാണ് ഇപ്പോൾ സംസാരിച്ചത്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ നേരത്തെയൊക്കെ പൊതുവേദിയിൽ വിളിച്ചിട്ടുള്ള ആളാണല്ലോ. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്?
സാർ, ഈ കർഷക സമരം എന്ന് പറയുന്നത് പ്രത്യക്ഷമായിട്ട് രണ്ടാം ഘട്ടമാണ്. അവരെന്തോ സർക്കാരിൽ നിന്ന് കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് ഏതാനും വാഗ്ദാനങ്ങൾ കൊടുത്തു. അത് കൂടാതെ തന്നെ അവരിൽ എത്രയോ പേര് കഴിഞ്ഞ സമരത്തിൽ നഷ്ടപ്പെട്ടു. ഇത്തവണയും അതുപോലെ തന്നെ പലർക്കും പരിക്ക് പറ്റുകയും വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഏതായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർഷക സമരം എന്ന് പറയുന്നത് നല്ല ഒരു മീഡിയേറ്റർ ഇതിനകത്ത് ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട നീതിപീഠം അവർക്കും ഇടപെടാന്നുള്ളതേ ഉള്ളൂ. ഈ പാവപ്പെട്ട കർഷകരെ എന്ന് വെച്ചാൽ ഈ വഴിയിലിട്ട് കൊല ചെയ്യുന്നതിനേക്കാളും നല്ലത് അവർക്ക് ഇതിനകത്ത് ഇടപെട്ടിട്ടെന്ന് വെച്ചാൽ സർക്കാരിനെ വിളിച്ചിട്ട് ഒരു നല്ല മീഡിയേറ്റർ അതിനകത്തെന്ന് വെച്ചാൽ സുപ്രീം കോടതി അതോറിറ്റിക്ക് വരെ ഇടപെടാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ സാർ. അതല്ലാതെ എന്താ വെച്ചാൽ അവിടെ തെളഞ്ഞു ഇവിടെ തെളഞ്ഞു അവിടെ കൊന്നു ഇവിടെ കൊന്നു ഈ സ്ഥിതിയാണ് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത്. ഓക്കെ സാർ, ഞാൻ ശരി, ഓക്കെ, താങ്ക് യു. ശ്രീ വിൽസൺ ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ വിൽസൺ, താങ്കൾ എങ്ങനെയാണ് ഈ കർഷക സമരത്തെ നേരിടുന്ന സർക്കാരിന്റെ രീതിയെ കാണുന്നത്? കർഷക സമരം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതിനകത്ത് പങ്കുണ്ട്. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇതിനകത്ത് പങ്കുണ്ട്. ഇവരെ മുഴുക്ക 3 പേരും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP, മാർക്സിസ്റ്റ്, കോൺഗ്രസ്. ഇവർ 3 പേരും പറ്റിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ശരി, ഓക്കെ, സംശയമുണ്ടോ ഇതിനകത്ത്? അഭിപ്രായം വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും ശ്രീ അനിയൻകുട്ടൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. ഇന്ന് ഈ വിഷയം എടുത്ത് നല്ലൊരു കാര്യമാണ്. ശരി, ഓക്കെ. നമ്മൾ ഞായറാഴ്ച ഇന്ന് ആദ്യമായിട്ടാണ് പൊതുവേദി തുടങ്ങിയത്. അതെ അതെ, ഞായറാഴ്ച ആയാലും കുഴപ്പമില്ല. നമ്മുടെ രാജ്യത്ത് നമ്മുടെ കർഷകർ നമുക്ക് തന്നെ അറിയാമല്ലോ, 10 വർഷമായിട്ട് അവർ കിടക്കുന്ന നരകക്കുഴിയില്ല, ചാണകുഴിയില്ല. ഈ സർക്കാർ അവർക്ക് എന്താ ആനുകൂല്യം കൊടുത്തുള്ള കുഴപ്പമില്ല, രാജ്യം എന്നാ ഇല്ലാതായി പോകും. ഇതാരും ഇവ ഭരിക്കുന്ന നേതാക്കന്മാരുടെ കയ്യിലൊന്നും കൊടുക്കണ്ട. നമുക്ക് രാജ്യത്ത് കൊടുക്കാനുള്ള അവർക്ക് കൊടുക്കാനുള്ള ഫണ്ടുകളുണ്ടല്ലോ. നമ്മുടെ കർഷകർ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ കഴിക്കാൻ കിട്ടും? നെല്ല്, പയറ്, ഗോതമ്പ്, ഉള്ളി, സവോള, അങ്ങനെ നിത്യോപ സാധനങ്ങൾ മൊത്തം ഇവരാണ് ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത്. അവരെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കണ്ടില്ലേ, അവരുടെ ഇടയിലേക്ക് ഒരു MP തന്നെ വണ്ടി ഓടിച്ച് കയറ്റി എത്ര എണ്ണത്തിനെ കൊന്നു. ആരോട് ചോദിക്കാൻ? ഇവിടെ ഒരു ഏകാധിപത്യകരണമാണ് നടക്കുന്നത്. ഈ കർഷകരെ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്, താങ്കളുടെ വികാരം മനസ്സിലാകുന്നു. ശ്രീ ഷിബു ആണ് എറണാകുളത്ത് നിന്നും. ശ്രീ ഷിബു, താങ്കൾ എങ്ങനെയാണ് ഈ സമരത്തെ കാണുന്നതും സമരത്തെ നേരിടുന്ന സർക്കാരിന്റെ രീതിയെ കാണുന്നതും? സമരം ആവശ്യമാണ്, ന്യായമാണെങ്കിൽ ആവശ്യമാണ്. പക്ഷെ ഇതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഇടനിലക്കാര് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. ഇല്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ പണം ഇടനിലക്കാരാണ് കളിക്കുന്നത്. ഇത് ഇടനിലക്കാർ മാത്രമാണ് കളിക്കുന്നത്. യഥാർത്ഥ കർഷകർ വളരെ ചുരുക്കമാണ്. ഞാൻ ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് കൊൽക്കത്ത വരെ ഗ്രാമങ്ങൾ, കൃഷിയിടങ്ങൾ സന്ദർശിച്ച ഒരു റോഡ് മാർഗം പോയ ഒരു വ്യക്തിയാണ്. ഗ്രാമങ്ങളിലെ കൃഷിക്കാരുടെ ഇന്നത്തെ അടിസ്ഥാനം പഴയ പണ്ടുള്ള കണ്ടതും ഇപ്പോൾ ഞാൻ അടുത്ത് കണ്ടതും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർഷകർക്ക്, യഥാർത്ഥ കർഷകന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കണ്ടില്ല എന്ന് അടിക്കുക. ഇതിൽ ഇടനിലക്കാരില്ലാന്ന് സാറിന് പറയാൻ പറ്റുമോ? ഇടനിലക്കാരില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇപ്പോഴും ഇടനിലക്കാരിൽ ലാഭം പോയി ഒഴിവാക്കേണ്ടത്. ഒരു കാര്യം ചെയ്യും, കർഷകർക്ക് നേരിട്ട് സാധനങ്ങൾ കൊടുക്കാമെന്ന് ആ ഒരു പ്രഖ്യാപനം അതൊക്കെ നടപ്പാക്കേണ്ടത് സർക്കാരല്ലേ? സർക്കാരുകൾ അത് ചെയ്യാതിരുന്നിട്ട് കാര്യമുണ്ടോ? അത് നടപ്പാക്കാൻ പോയപ്പോഴാണല്ലോ തടസ്സങ്ങൾ. നടപ്പാക്കാൻ പോയപ്പോഴല്ല, കർഷകർക്ക് അർഹമായ പണം കിട്ടാൻ വഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് ചെയ്തത്. തന്നെയാണ് ആ തടസ്സങ്ങൾ ഒരുപാട്. ശ്രീ ഷിബു, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ? ഷിബു സമ്മതിച്ചു, ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഞാനും ദീർഘകാലം പലതവണ പോയിട്ടുള്ളതാണ്. ഈ കർഷകർ എന്ന് പറഞ്ഞാൽ 1000 കർഷകരുണ്ടെങ്കിൽ 1000 കർഷകന് 1 or 2 ഇടനിലക്കാരെ കാണും. ഇടനിലക്കാർ വിചാരിച്ചതുകൊണ്ട് അവരാണ് ലാഭം പലപ്പോഴും കൂടുതൽ കൊണ്ടുപോകുന്നതും. പണിയെടുക്കുന്നവന് ഒരു കാർഷിക വിളയ്ക്ക് 1000 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സാധനമാണെങ്കിൽ അയാൾ ചിലപ്പോൾ 4000 രൂപയ്ക്കായിരിക്കും ഉപഭോക്താവിന് വിൽക്കുന്നത്. 3000 രൂപ ലാഭം കിട്ടുന്ന ഇടനിലക്കാരായിരിക്കും. പക്ഷേ ഇടനിലക്കാരുടെ കൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു സമരം നയിക്കാനും ഈ ഒരു സമരത്തെ നിലനിർത്താനും ഒന്നും കഴിയില്ല. ഇത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളും അണിനിരക്കുന്നത് കൊണ്ടാണ് ദീർഘകാലമായി സമരം ഇങ്ങനെ നിന്നു പോകുന്നത്. ആ സമരത്തിൽ മണ്ണിൽ പണിയെടുക്കുന്നവരാണെന്ന് സാറിന് ഉറപ്പുണ്ട്? അത് കർഷകരാണ്, അല്ലെങ്കിൽ കർഷക തൊഴിലാളികളാണ്.
ഞാനിതെല്ലാം റോഡ് മാർഗം കണ്ട ഒരു ശരി, ഓക്കെ ഷിബു. അതിൽ അങ്ങനെ എന്തായാലും കേരളത്തിലെ ഇന്ത്യയിലെ ഒരു ഇടനിലക്കാർക്ക് സമരമൊക്കെ കുറച്ചു കാലം ചിലപ്പോൾ നടത്താൻ കഴിഞ്ഞേക്കും. ഇങ്ങനെ ഒരു ദീർഘകാലം നിൽക്കുന്ന സമരമൊന്നും ഇന്ത്യയിലെ കർഷകർക്കല്ലാതെ മറ്റൊരു വിഭാഗത്തിനും ഈ തരത്തിൽ സമരം എന്തും സഹിച്ചും എന്തും നേരിട്ടും ഇങ്ങനെ മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ എടുത്തൊന്നും സമരം ചെയ്യാൻ മറ്റ് പലർക്കും കഴിയില്ല. കർഷകരായതുകൊണ്ടാണ് ആ ക്ഷമയുള്ളതും ഇത്തരം തിരിച്ചടി നേരിട്ടാലും ആ തിരിച്ചടികളൊക്കെ ഒരുപാട് കണ്ടു വളർന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം നഷ്ടങ്ങളൊക്കെ നേരിട്ടുകൊണ്ട് സമരം ചെയ്യുന്നതും നാടിനെ നിലനിർത്തുന്നതും. ശ്രീ പ്രകാശനാണ് ദുബൈയിൽ നിന്നും. ശ്രീ ദിനേശാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദിനേശ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇപ്പൊ ഷിബു എന്ന് പറഞ്ഞാൽ എളുപ്പം സംസാരിച്ചത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാല്, ഹലോ പറഞ്ഞോളൂ. ഇതിന്റെ പുറകിലെല്ലാം വലിയ വലിയ ആൾക്കാരാണ്. ചെറിയ കർഷകരെല്ലാം മുൻനിർത്തിയിട്ട് വലിയ ലാഭം കൊയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന്റെ പുറകില്. ഇത് യഥാർത്ഥ വസ്തുത കാണണമെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ യഥാർത്ഥ കർഷകരെ കണ്ടുമുട്ടണം. അല്ലാണ്ട് ഈ സമരത്തിന്റെ മുഖത്ത് നിൽക്കുന്ന മുഖം മൂടിയിട്ട് നിൽക്കുന്ന ആൾക്കാരെ അല്ല കാണേണ്ടത്. ഇവരെല്ലാം ബംഗ്ലാദേശിൽ ഇപ്പൊ നടക്കുന്നത് എല്ലാവർക്കും അറിയാലോ. അതിന്റെ വേറൊരു മുഖമാണ് ഇവിടെ. ദിനേശ്, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? കാർഷിക വിളയ്ക്ക് മിനിമം താങ്ങുവില നിയമപരിരക്ഷ ഉറപ്പാക്കണം. അത് ന്യായമായ ഒരു ആവശ്യമാണോ? മുൻപ് ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു. ചോദ്യം അതല്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തെക്കുറിച്ച് അവർ വേറെ വിഷയങ്ങളൊക്കെ പറഞ്ഞു, അതിന് വിയോജിപ്പൊക്കെ ദീർഘമായി ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. അവരുടെ ഈ ആവശ്യം ന്യായമാണോ അല്ലയോ എന്നുള്ളതാണല്ലോ വിഷയം. ആ ആവശ്യം ന്യായമാണെങ്കിൽ അത് അംഗീകരിക്കല്ലേ വേണ്ടത്? ആവശ്യം നല്ലതാണ്. പക്ഷേ പിന്നെ അത് അംഗീകരിക്കാത്തതുകൊണ്ടല്ലേ വീണ്ടും സമരം ചെയ്യാം? അല്ലെങ്കിൽ അത് അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സമരം ആ ദിവസം തീരില്ലേ? ഒരു മിനിറ്റ് നേരത്തെ ഒരാൾ സംസാരിച്ചത് നിങ്ങൾ കേട്ടിരുന്നല്ലോ. യഥാർത്ഥ കർഷകന് അവന്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോഴും പണം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കർഷകർ സമരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് എവിടെയാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്? യഥാർത്ഥ കർഷകർക്കെല്ലാം മാധ്യമങ്ങൾ പോലും, ഞങ്ങൾ മാധ്യമങ്ങളല്ല സമരം ചെയ്യുന്നത്, കർഷകരാണ് സമരം ചെയ്യുന്നത്. കർഷകരുടെ പേര് മാത്രമേ ഉള്ളൂ ഇവർക്കൊക്കെ. എവിടുന്നാണ് കർഷകരുടെ പേര് പറഞ്ഞ ആളുകളെ കൊണ്ടുവന്ന് സമരം ചെയ്യിക്കാൻ വേറെ ആരെങ്കിലും നിൽക്കുകയാണോ? എങ്കിൽ അവർക്ക് അവരെയൊക്കെ പിടിച്ചകത്തിട്ട് കേസെടുത്തൂടെ? അല്ല, നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾ ഒരു യഥാർത്ഥ കർഷകന് ഇങ്ങനെ 3-4 മാസമൊക്കെ ഇങ്ങനെ തമ്പടിച്ച് പിന്നെ സമരം ചെയ്യാനുള്ള കർഷകന് ഒരു തവണ കൃഷി ഉണ്ടായി ഒരു പെരുമഴ വന്നാൽ, ഒരു വരൾച്ച വന്നാൽ അവന്റെ കൃഷി മൊത്തം നശിച്ചു. അതുകൊണ്ട് അവൻ അന്ന് ആത്മഹത്യ ചെയ്യാൻ പോകും? ഇല്ലല്ലോ. അവർ ഈ തിരിച്ചടിയൊക്കെ നേരിട്ട് തന്നെയാണ് സമരം ചെയ്യുന്നത്. ഇതുപോലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഇതെന്താണ് വിധ്വംസ പ്രവർത്തനമാകുന്നത്? കർഷകർ സമരം ചെയ്തതിനാണോ? രാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ ഇവിടെ? കോൺഗ്രസ് ഉണ്ട്, മറ്റു ഇടത് ഒരുപാട് കേരളത്തിലല്ലേ സമരം നടക്കുന്നത്? അത് കേരളത്തിലല്ല, കേന്ദ്രത്തിൽ തന്നെ കാര്യം തന്നെ പറയുന്നത്. ഈ ഹരിയാനയിൽ മാത്രമാണോ ഈ കർഷകരുള്ളത്? അല്ല, ഹരിയാനയിലും പഞ്ചാബിലും യുപിയിലും എല്ലാം സമരമുണ്ട്. അവിടെ എല്ലാം സമരമുണ്ട്. പഞ്ചാബിന്റെ ബാക്കി പത്രമാണ് ഈ കാണാൻ പോകുന്നത്. ഇപ്പൊ അവിടെ കണ്ടവര് മുഴുവൻ പഞ്ചാബിന്റെ ഏത് മുഖത്തുനിന്ന് വന്നവരാണെന്ന് അവരെ കണ്ടാൽ തന്നെ ആളുകളെ കണ്ടാൽ ആളുകളുടെ മുഖം നോക്കി അവരെയൊക്കെ കുഴപ്പക്കാരാണ് അല്ലെങ്കിൽ അവർ രാജ്യവിരുദ്ധരാണ് എന്ന് ചിത്രീകരിക്കുക അത് ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് എല്ലാ കാലത്തും. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഈ ആ നാടുകളൊക്കെ കൃഷി ചെയ്യുന്നതുകൊണ്ടാണ്. ഇവരെ ഇടയിൽ ഇറങ്ങി ചെന്നിട്ട് നിങ്ങളത് പരിശോധിക്കുക. അപ്പൊ അതെന്തിനാണ്? അവരുടെ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇടയിലേക്ക് വേറെ ആരും കയറില്ലല്ലോ. അവരെ ആവശ്യം അംഗീകരിക്കുന്നുണ്ടല്ലോ. എവിടെ അംഗീകരിക്കുന്നത്? അംഗീകരിച്ചാൽ പിന്നെ അവർ സമരം ചെയ്യുമോ? അവർ ചോദിക്കുന്ന ഏറ്റവും ന്യായമായ ആവശ്യമാണ്, അത് അംഗീകരിച്ചാൽ സമരം ചെയ്യും. കേരളത്തിൽ എന്തൊക്കെ ആവശ്യത്തിന് ഇപ്പം വയനാട് ശരി, ഓക്കെ. എന്തായാലും സംഭവിച്ചു. താങ്കളുടെ അഭിപ്രായം, താങ്കൾ അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായമുണ്ട്, അത് പറയാനുള്ള അവകാശവുമുണ്ട്. ശ്രീ പുരുഷോത്തമനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ പുരുഷോത്തമൻ, താങ്കൾക്ക് പറയാം. അതേ, ഈ 10-60 കൊല്ലം കോൺഗ്രസ് ഭരിച്ചിട്ട് മാർക്സിസ്റ്റ് ഭരിച്ചിട്ട് ഇവിടെ പിന്നെ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പം പ്രധാനമന്ത്രി വന്നിട്ട് 10 കൊല്ലാകുമ്പോഴേക്ക് എന്താ ഇത്ര കുറ്റം പറയാനുള്ളത് നിങ്ങൾക്ക്? കുറ്റം പറയണ്ടേ? ഞങ്ങളല്ലേ കുറ്റം പറയുന്നത്, കർഷകരല്ലേ പറയുന്നത്. കിട്ടാത്തതിൽ ചെരുപ്പ് കുത്താനും മറ്റേ ടോർച്ച് നന്നാക്കാനും കുട നന്നാക്കാനും കടലക്ക വറക്കാനും മറ്റുള്ള എന്തിനെല്ലാം സാധനങ്ങൾ ആനുകൂല്യം ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഈ അവസ്ഥയിലെത്തിച്ചത്, നല്ലൊരു അവസ്ഥയിലെത്തിച്ച പ്രധാനമന്ത്രിയല്ലേ? ഇതെന്താ ഇത്? കർഷകർക്ക് ന്യായമായി കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് പറയണ്ടേ? ഒരു തീവ്രവാദി സംഘടന വലിയ കൂട്ടുകെട്ടായിട്ട് ഇവിടെ രാജ്യം നശിപ്പിക്കാൻ വേണ്ടി തീവ്രവാദി സംഘടനയാണ് ശ്രീ പുരുഷോത്തമൻ നിൽക്കുന്നില്ലേ? ഇത് പിന്നെ നിങ്ങൾ ഈ തീവ്രവാദികളെ മോചിപ്പിക്കുന്ന എല്ലാം പ്രധാനമന്ത്രിയല്ലേ? ഇതല്ല ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കീടം പോലത്തെ മാർക്സിസ്റ്റും കോൺഗ്രസും അല്ലേ ഇവിടെ ഉള്ളത്? അല്ലേ? രാജ്യത്തിന്റെ മഹത്വം സംരക്ഷിക്കാൻ സാധിക്കാത്ത, തിരിച്ചറിയാതെ ശ്രീ പുരുഷോത്തമൻ, അവിടെ സമരം ചെയ്തത് കർഷകരാണ്. ആ കർഷകരാണ് താങ്കൾ തീവ്രവാദികളെന്ന് ഉദ്ദേശിക്കുന്നത്? കർഷകർക്കൊന്നുമില്ല. എന്തോ ഒരു പേര് പറഞ്ഞിട്ട് ഇതിന് പിന്നിലെന്തോ സംഭവം ഉണ്ട്. അല്ലാതെ കർഷകർക്ക് പേരും മറ്റൊന്നും. എങ്കിൽ ആ കേന്ദ്ര സർക്കാർ സമരം തുടങ്ങിയിട്ട് 3-4 വർഷമായില്ലേ? നടപടി എടുത്തുകൂടെ?
ഇതിനുള്ള ഇന്റലിജൻസ് സംവിധാനം ഒന്നും ഇല്ല അവിടെ. എന്താ ചർച്ചയ്ക്ക് വിളിച്ചില്ലേ? ചർച്ചക്കെല്ലാം വിളിച്ചില്ലേ? ചർച്ച 3 തവണ ചർച്ച ഫെബ്രുവരി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു തുടർ ചർച്ചയും നടന്നില്ല. ഒന്നും നോക്കൂല. കാരണം ഇതിന്റെ പിന്നിലുണ്ട് ഇത് വീടാന്ന് വിഷ വിത്ത് പോലത്തെ ശരി, ഓക്കെ. എന്തായാലും ശ്രീ പുരുഷോത്തമന്റെ അഭിപ്രായം അങ്ങനെ. എന്തായാലും രാജ്യത്തിന്റെ സുരക്ഷാ ഭാവിയിൽ രാജ്യത്തിന്റെ സുരക്ഷാ ഭാവി എന്നതിലൊക്കെ ഒപ്പം തന്നെ പ്രധാനമാണ് ശ്രീ പുരുഷോത്തമൻ രാജ്യത്തെ കർഷകർ നിലനിൽക്കുക എന്നുള്ളത്. രാജ്യത്തെ കർഷകർ തന്നെയാണ് ഈ രാജ്യത്തെ ഊട്ടി വളർത്തുന്നത്. അവരുടെ ആവശ്യങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതും അവരെ കേൾക്കുക എന്നുള്ളതും അവരെ ചർച്ച നടത്തുക എന്നുള്ളതും ഏത് സർക്കാരിന്റെയും ഉത്തരവാദിത്വമാണ്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ജയപ്രകാശാണ് പാലക്കാട് നിന്നും ചേരുന്നത്. ശ്രീ ജയപ്രകാശ്, താങ്കൾ എങ്ങനെയാണ് ഈ സമരത്തെ, കർഷക സമരത്തെ കാണുന്നത്, അതിനെ നേരിടുന്ന സർക്കാരിന്റെ രീതിയെ കാണുന്നത്? സാർ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തെ എന്താ പറയാ രാജ്യത്തിന്റെ നട്ടെല്ലാണ് നമ്മുടെ കർഷകരെന്ന് പറയുന്നത്. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടേണ്ട എന്താ പറയാ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, എന്താണ് നമ്മുടെ ഈ അവർക്ക് കിട്ടേണ്ട ന്യായമായ വില, തീർച്ചയായിട്ടും ന്യായമായ വില അതല്ലേ അവർക്ക് കൊടുത്ത് അവരെയല്ലേ സംരക്ഷിക്കേണ്ടത് നമ്മള്. പിന്നെ ഈ കേന്ദ്ര സർക്കാർ ആരെയാണോ സംരക്ഷിക്കേണ്ടത്? കോർപ്പറേറ്റുകളുടെ പിന്നാലെയാണോ പോകേണ്ടത്? അല്ല. ഇത്രയും നേരം ചർച്ച ചെയ്തതിൽ ഞാൻ കേട്ടത് ഒരാൾ പോലും കർഷകരെ കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ളതാണ്. അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല. ഒരുപാട് പേർ അനുകൂലിച്ച് സംസാരിച്ചു. ഞാൻ ഇപ്പൊ ജസ്റ്റ് കേട്ടേ ഉള്ളൂ സാർ. ഓരോരുത്തരുടെയും ഓരോ അഭിപ്രായമല്ലേ, അവർക്കെല്ലാം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. എന്നാലും കർഷകർ അവര് ചേർത്ത് പിടിക്കേണ്ടത് നമ്മളല്ലേ? അതെ, അത് ഓരോരുത്തർക്ക് ചിലർക്ക് മറിച്ച അഭിപ്രായം ഉണ്ടാവും. നമ്മളപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായത്തെ നിഷേധിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായം കാണും, വ്യത്യസ്ത രാഷ്ട്രീയം കാണും, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും. അവരുള്ളത് കൊണ്ടല്ലേ സാർ നമ്മളൊക്കെ അത് 100% ഭക്ഷണം മറ്റേ ഏത് വിഭാഗം ഉള്ളതുപോലെയല്ല. കർഷകരെ സംരക്ഷിക്കേണ്ടതാണ് ഏത് രാജ്യത്തെ സംബന്ധിച്ചും ഏറ്റവും അടിസ്ഥാന വിഷയം. എത്ര പണം ഉണ്ടായാലും അവസാനം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ശ്രീ ഭുവൻ കൂടി ചേരുന്നുണ്ട് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ ഭുവൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാം. ശ്രീ ഭുവൻ, TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ശ്രീ ഭുവന്റെ ടെലിഫോൺ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ബിനോയ് ആണ് എറണാകുളത്ത് നിന്നും. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാർ, ഒരു കാര്യം ചോദിക്കട്ടെ സാറേ? പറഞ്ഞോളൂ. അത് നമ്മുടെ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഒരു നെറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയർ വേണമെങ്കിൽ എഞ്ചിനീയർ നെറ്റിൽ ഒരു 10,000 എഞ്ചിനീയർ ഉണ്ട്. ഒരു നഴ്സുമാർ വേണമെങ്കിൽ നെറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമാതിരി നഴ്സുമാരുണ്ട്. ഒരു നെറ്റ് അടിച്ചിട്ട് ഒരു കർഷകനെ തരുമോ? കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ മൊബൈൽ അടിച്ചിട്ട് ഒരു കർഷകനെ കിട്ടുകയാണെങ്കിൽ, എന്റെ പേര് ബിനോയ് കിഴക്കമ്പലം. ശരി, കിഴക്കമ്പലത്താണ് വീടല്ലേ? എന്ത് ചെയ്യുന്നു ബിനോയ്? അല്ല സാറേ, എഴുതി കാണിക്കണ്ട, എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ നെറ്റ് അടിച്ചിട്ട്. ശരി, മനസ്സിലായി ശ്രീ ബിനോയ്. എന്ത് ചെയ്യുന്നു താങ്കൾ? അത് ഞാൻ ചോദിട്ടെ. ഇപ്പൊ ഞാൻ TV കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അതെ, താങ്കൾ എന്ത് ചെയ്യുന്നു ഞാൻ ചോദിച്ചത്. അല്ല, ഒരു കർഷകന് 4 പോലീസുകാർ വെച്ചിട്ടുണ്ട്. ശരി, എന്തായാലും ശ്രീ വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദും എറണാകുളത്ത് നിന്ന് തന്നെയാണ്. ശ്രീ വിനോദ്, താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം. എന്റെ പേര് വിനോദ് എന്നാണ്. ശരി, ഞാൻ എറണാകുളത്ത് എവിടെയാണ്? ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, നമ്മൾ ഞായറാഴ്ച കൂടി ന്യൂസ് 18 പൊതുവേദി തുടങ്ങിയിട്ടുണ്ട്. ഇന്നു മുതലാണ് തുടങ്ങിയത്. സാധാരണ ഇതിൽ എല്ലാ ദിവസവും തുടക്കത്തിൽ തന്നെ വിളിക്കുന്ന ഒരാളാണ് ശ്രീ മുഹമ്മദ്. എന്തായാലും ഇന്ന് TV കണ്ടുകൊണ്ടാണോ അറിഞ്ഞത്? അതെ. ശരി, ഓക്കെ. എന്തായാലും കർഷക സമരമാണ് നമ്മുടെ വിഷയം. നമുക്ക് പറയാം അഭിപ്രായം. അതെ, തീർച്ചയായിട്ടും. കാരണം ഞാനൊരു ക്ഷീര കർഷകനാണ്. ശരി. അതിപ്പോ എല്ലാ നിലയിലും എല്ലാ കൃഷിയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്നാൽ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും നെടുന്തൂടായ അവര് കർഷകർ എന്ന് പറഞ്ഞാൽ അവരെ നട്ടല്ലൊടിക്കുന്ന ഒരു തീരുമാനം 3-4 വർഷമായിട്ടും നമ്മുടെ ഗവൺമെന്റ് അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കർഷകർ എങ്ങോട്ട് പോകും സാർ? അതെ, ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. അശോകനാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ അശോകൻ, താങ്കൾ എങ്ങനെയാണ് ഈ കർഷക സമരത്തെ സർക്കാർ നേരിടുന്ന രീതിയും ഒക്കെ കാണുന്നത്?
ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താ വെച്ചാല് ഈ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആയാലും ഇന്ത്യന്റെ ആഭ്യന്തരമന്ത്രി ആയാലും മുഖ്യമന്ത്രിമാരായാലും അവരെല്ലാം ഭക്ഷണം കഴിക്കുന്ന ഈ കർഷകന്മാര് നയിച്ചു കൊണ്ട കൊടുത്ത സാധനങ്ങളാണ്. അവരെ പ്രയാസത്തിന് വേണ്ടിയിട്ടാണ് അവര് ഒരു സമരം ചെയ്യുന്നത്. അതിങ്ങനെ അടിച്ചമർത്തുന്നത് ശരിയാണോ എന്നുള്ളത് ഈ പൊതുസമൂഹം ഒന്ന് ചിന്തിക്കണം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജൂഡ് ആന്റണിയാണ് എറണാകുളത്ത് നിന്നും. ശ്രീ ജൂഡ് ആന്റണി, താങ്കൾ എറണാകുളത്ത് എവിടെയാണ്? ഞാൻ എറണാകുളം തേവരയിലാണ്. ഓക്കെ, താങ്കൾ ഈ സമരത്തിന്റെ വിഷയങ്ങളൊക്കെ വാർത്തകളൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമരത്തെ നേരിടുന്ന രീതിയും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത്? അതായത് ഈ കഴിഞ്ഞ കർഷക ബില്ലില്ലേ, കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് രൂപപ്പെടുത്തി കൊണ്ടുവന്ന ബില്ലാണ് കർഷക ബില്ല്. ആ ബില്ലില് കൊണ്ടുവന്നിട്ട് കർഷകർക്ക് അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അത് പാസ്സാക്കാണ്ട് വിട്ടുപോയി. അതിനെതിരെ മതതീവ്രവാദികൾ, അതായത് ഖാലിസ്ഥാൻവാദികൾ മുന്നിട്ട് നിന്ന് ആ ബില്ലിനെ എതിർത്ത്. ഈ യു.പിയിൽ നിന്ന് വരുന്ന ആളുകളും ഇവിടുന്ന് ഹരിയാനയിൽ നിന്ന് വരുന്നവരൊക്കെ ഖലിസ്ഥാൻ തീവ്രവാദികൾ എന്ന് പറയാൻ പറ്റുമോ? അല്ല, മതമുണ്ടെങ്കിൽ ഏതെടുത്തുനിന്നും ആളെ കൊണ്ടുവരാൻ പറ്റും. അത്രയും ശ്രീ ജൂഡ് ആന്റണി, നമ്മള് കർഷകരൊക്കെ സമരം ചെയ്യുമ്പോൾ അവരെ ഖലിസ്ഥാൻ തീവ്രവാദികൾ എന്നൊക്കെ വിളിക്കുന്നത് അല്പം കടന്ന കൈയല്ലേ? അല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. കാരണം ഒരു നല്ലൊരു പാക്കേജാണ് കഴിഞ്ഞ 25 വർഷമായിട്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ നല്ല പാക്കേജ് ആയിരുന്നെങ്കിൽ അത് നടപ്പാക്കാനുള്ള ഭൂരിപക്ഷവും എല്ലാം ഇപ്പൊ ഈ സർക്കാരിലാണെങ്കിൽ പിന്നെയും ഘടകകക്ഷികളുടെ സഹായമൊക്കെ വേണമെന്ന് പറയാം. കഴിഞ്ഞ സർക്കാർ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. അല്ല, കാര്യമറിയാണ്ട് കാര്യമറിയാണ്ട് എല്ലാ ആളുകളായിരുന്നാൽ അതിനുള്ള സംവിധാനമൊക്കെ ഇല്ലാത്ത കാര്യങ്ങളുടെ ആളുകളുടെ സമരം നോക്കിക്കൊണ്ട് തീരുമാനിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരൊക്കെയാണോ ഉള്ളത്? അല്ലല്ലോ. കേൾക്കൂ. അതായത് കഴിഞ്ഞ 25 വർഷത്തോളമായി പല സർക്കാരുകൾ, മോദി സർക്കാരല്ല, കേൾക്കൂ. അതായത് മോദി സർക്കാർ കൊണ്ടുവന്ന ബില്ലല്ല കർഷക ബില്ല്. കഴിഞ്ഞ 25 വർഷമായി കപിൽ സിബലിന്റെ നേതൃത്വത്തിൽ യു.പി.എ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവരാൻ വന്ന ബില്ലല്ല കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നത്. രണ്ടും രണ്ടായ ബില്ല് തന്നെയാണ്. ചെറിയ ഭേദഗതിയല്ല, വലിയ ഭേദഗതികൾ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ. അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാവും. കേൾക്കൂ. ശ്രീ ജൂഡ് ആന്റണി, എന്തായാലും മനസ്സിലായി. എന്തായാലും അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമുക്ക് സമയമില്ല. എന്തായാലും ഇന്ത്യയിലെ കർഷകർ എതിർത്തത് കൊണ്ടാണ് ആ തീരുമാനം നടപ്പാക്കാൻ കഴിയാതെ പോയത്. ഭൂരിപക്ഷം കർഷകർക്കും എതിർപ്പില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം നടപ്പാക്കുമായിരുന്നു. ശ്രീ രാമകൃഷ്ണനാണ് കൊല്ലത്തു നിന്നും ചേരുന്നത്. ശ്രീ രാമകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ കർഷക സമരത്തെ നേരിടുന്ന സർക്കാരിന്റെ രീതിയും ഒക്കെ കാണുന്നത്? സാറേ, എനിക്ക് 2 അഭിപ്രായങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോളൂ സാറേ. ഈ പൊതുവേദിയിൽ വന്ന് പറയുന്ന പ്രേക്ഷകരുടെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ രാജ്യത്ത് സമരം കാണാത്ത രാജ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയില്ലേ? നമ്മളിപ്പോ അതിനെയൊക്കെ അങ്ങനെ ആ തരത്തിൽ കണ്ടാൽ മതി. അവരുടെ അഭിപ്രായമല്ലേ. അവർക്ക് ചിലപ്പോൾ അവർക്ക് കർഷകർ വിരുദ്ധരായിരിക്കും, ചിലപ്പോൾ അവര് അതിനെ അനുകൂലിക്കുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ ആളുകളില്ലേ? അല്ല സാർ, ഒരു കാര്യം കൂടെ പറഞ്ഞോളൂ. ഈ ഡൽഹിയിലെ രാമലീല മൈതാനത്തിലെ അണ്ണ ഹർത്താൽ നടത്തിയ സമരം സാറിന് ഓർമ്മയുണ്ടോ? ഉണ്ട്, ഞാൻ അന്ന് ഡൽഹിയിലുണ്ടായിരുന്നു. പിന്നെ കാളവണ്ടി കെട്ടി ഇവര് കാർ വലിച്ചത് സാറിന് ഓർമ്മയുണ്ടോ? പറഞ്ഞോളൂ താങ്കൾ. അപ്പൊ അങ്ങനെയുള്ള സമരത്തിലൂടെ എന്തും നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മോദിക്ക് കിട്ടിയത് ഒരു വികസന രാജ്യത്തെയാണ് കിട്ടിയത്, മോദിയുടെ കയ്യിൽ കിട്ടിയത്. പക്ഷെ നെഹ്റുവിന്റെ കയ്യിൽ കിട്ടിയത് വെറും ഒരു തുണ്ടു ഭൂമിയാണ്, ഒരു കരിമ്പും കാട്ടി കയറിയ ഒരു ഭൂമിയാണ് കിട്ടിയത്. ആ വ്യത്യാസം പ്രേക്ഷകർ മനസ്സിലാക്കണം ആദ്യം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ രതീഷാണ് ചേരുന്നത് എറണാകുളത്ത് നിന്നാണ്. ശ്രീ രതീഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? രതീഷ് പെട്ടമലയിൽ നിന്നാണ്. രതീഷ് എവിടെ നിന്നാണ്? പെട്ടമല. ഓക്കെ, നമസ്കാരം. അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. അത് കാരണം നമ്മുടെ നാട് എപ്പോഴും ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അത് ഇതുവരെ അറിയപ്പെടാത്തൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ പെട്ടമല എന്ന് വെക്കുന്നത്. ഓക്കെ, രതീഷ് പെട്ടമല എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ എറണാകുളം ജില്ല എന്നായിരിക്കും വെച്ചേക്കണം. എന്താണെന്നറിയില്ല. അവിടെ നിന്ന് സൗണ്ട് കേട്ടാൽ തടസ്സമാവുമല്ലോ എന്ന് കരുതി ഞാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് പെട്ടമല എന്നുകൂടി ചേർക്കാൻ പറയാം. അപ്പം എന്താണ് താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, കർഷകർ ഇരിക്കുമ്പോൾ സമരം നടത്തിയേക്കുന്നതാണ്. ഒരുപാട് വൈകിട്ടാണ് കേന്ദ്ര സർക്കാർ ആ കർഷകരുടെ സമരത്തെ അംഗീകരിക്കുമെന്ന് ഒരു ഇലക്ഷന് മുമ്പാണ് പറഞ്ഞത്. അതെ, കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞത്. അതിനുശേഷം ആവശ്യങ്ങൾ കാര്യമായിട്ടൊന്നും കേന്ദ്ര സർക്കാർ പരിഗണിക്കെടുത്തി. അതൊരു വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം കർഷകരെപ്പോഴും നമ്മുടെ ഭാരതത്തിന്റെ നട്ടെല്ല് കാണും.
അവരെ സംരക്ഷിക്കാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് ശരിക്കും പരിഗണിക്കെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ മാത്രമല്ല സ്റ്റേറ്റ് സർക്കാരുകളും എല്ലാവരും. ഓരോ സ്ഥലങ്ങളിലും ഓരോ കൃഷിയാണല്ലോ സാറേ. അതെ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ രതീഷ് പെട്ടവല. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ജയദേവൻ ആണ്, തലശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജയദേവൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ജയദേശന്റെ സന്തോഷാണ് കോതമംഗലത്ത് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ പറഞ്ഞോളൂ. അതെ, കർഷക സമരം ന്യായമാണ്. പക്ഷെ എന്നിരുന്നാലും എന്താ കുഴപ്പം തന്നെ, ഇപ്പോഴത്തെ ഈ നടക്കുന്ന സമരം വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതിന് മുമ്പ് നടന്ന സമരങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും രാജ്യത്തിനെതിരായിട്ട് പുറമെ ഏതോ ഒരു ശക്തികൾ ഇതിന്റെ പുറകിൽ കളിക്കുന്നുണ്ട് പണങ്ങളായിട്ട്. അത് ശരിക്കും അറിയണം. കർഷകരുടെ ന്യായമായിട്ട് ഏകദേശം ആ സമരം കഴിഞ്ഞിട്ട് 1 വർഷം ആവുന്നില്ലേ? അപ്പോൾ 1 വർഷമായി. അത് 10 വർഷം കഴിഞ്ഞാലും 50 വർഷം കഴിഞ്ഞാലും ജനങ്ങൾക്ക്, ഇന്ത്യക്കാർക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അയൽരാജ്യം കാണിക്കണമാതിരിയാണ് കാണിച്ചത്. അതൊരു സമര രീതിയല്ലല്ലോ ഒരിക്കലും. ശ്രീ സന്തോഷ്, സമര രീതിയല്ല. ശ്രീ സന്തോഷ്, അത് ആരാണ് അങ്ങനെ പിന്നിൽ പ്രവർത്തിച്ചെങ്കിൽ അത് ആരാണ് കണ്ടെത്താൻ കഴിയില്ല. കാലിസമാധി, അത് ഏത് കൊച്ചിനും അറിയാലോ. സി വി കണ്ണന് രീതി കേൾക്കണം. കാലിസമാധികളുടെ ഫണ്ട് വന്നിട്ടുണ്ടെന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ്. സമരമല്ലല്ലോ. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തടയാനുള്ള സംവിധാനം കേന്ദ്ര സർക്കാരിനില്ലേ? അത്ര ദുർബലമാണ്. അത് അക്രമായി പോയി. നമ്മൾ വണ്ടികളൊക്കെ ഓടിച്ച ആൾക്കാരെ മേത്ത് കയറുന്ന കണ്ടതല്ലേ? അതൊക്കെ ഒരു സമര രീതിയാണോ? നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ശരി, ഈ സമരക്കാരെ പോലീസ് നേരിടുന്നത് എങ്ങനെയാണെന്ന് താങ്കൾ കണ്ടാണോ? പോലീസില്ലെങ്കിൽ അവരുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിക്കേ. പോലീസ് വേണ്ടേ? ഒന്ന് ഓർത്തു നോക്കി. നാട്ടിൽ പോലീസും പട്ടാളവും വേണ്ടേ? അങ്ങനെ പോലീസും പട്ടാളം വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ല, സമരം ചെയ്യുന്ന ആളുകളെക്കാളും കൂടുതൽ ആളുകൾ ജീവിക്കുന്നില്ലേ നമ്മുടെ നാട്ടില്? അവർക്ക് ജീവിക്കണ്ടേ? ഇവരതിന്റെ ഉള്ളിൽ കയറി എന്താ അക്രമ കാണിക്കണ? ഒരു കർഷകരാണോ അവർ? ശരിക്കും അവരെ കൂടുതൽ ആളുകൾ കയറിയിട്ടുണ്ട്. അതാണ് എന്റെ ശരി. ഓക്കെ, എന്തായാലും സന്തോഷിന്റെ അഭിപ്രായം. അങ്ങനെ നമുക്ക് ശ്രീ പ്രകാശൻ കൂടി ചേരുന്നുണ്ട്. പ്രകാശൻ ദുബൈയിൽ നിന്നാണ്. ശ്രീ പ്രകാശൻ, താങ്കൾ ദുബൈയിലിരുന്ന് എങ്ങനെയാണ് നാട്ടിലെ ഈ സ്ഥിതിഗതികളെ വിലയിരുത്തുന്നത്? നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ ദുബായിൽ നിന്ന് കാണുന്ന നമ്മുടെ അതായത് ഇവിടെ ഓരോ സമരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളായിക്കോട്ടെ എല്ലാം ഇവിടെ ഞങ്ങൾ ഒരുപാട് വാച്ച് ചെയ്യുന്ന ഒരു ഇതാണ് ദുബായിൽ നിന്ന്. പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട് താങ്കൾ ഈ ഒരു വിഷയം എടുത്തിട്ടത് സന്തോഷകരം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഈ കർഷകരെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തമിഴ്നാട്, ആന്ധ്ര, പഞ്ചാബ്, ഹരിയാന എന്ന സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. മറ്റു സംസ്ഥാനങ്ങളുണ്ട്. യു പി ഒക്കെ ഒരുപാട് കർഷകരുള്ള ഏറ്റവും കൂടുതൽ മീൻസ് പെട്ടെന്ന് അറിയുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ഒക്കെ കർഷകരുടെ പ്രധാനമായും കാർഷിക മേഖല കൊണ്ട് ജീവിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനുശേഷം കഴിഞ്ഞതിലൊരു ഇലക്ഷൻ നടന്നു ഹരിയാനയിൽ. ഏറ്റവും കൂടുതൽ കർഷകരുള്ള സ്ഥലം. അവിടെ ആരെ ജയിച്ചെന്ന് നമുക്കെല്ലാം കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് ജയവുമായി ഇതിനൊക്കെ കർഷക സമരങ്ങൾക്ക് വലിയ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോഴും ഇപ്പോഴും ഈ സമയത്തും അങ്ങനെ ഒരു രാഷ്ട്രീയമായിരുന്നെങ്കിൽ അവർക്ക് ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഹരിയാന തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴും ഒക്കെ ഈ സമരം പുനരാരംഭിക്കാതെ അതിനൊക്കെ ശേഷം പുനരാരംഭിച്ചത് തന്നെ കർഷക അതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സമരം കർഷകരാണോ, ശരിക്കുള്ള കർഷകരാണ് സമരം ചെയ്യുന്നതാണ്. കാരണം ന്യൂസ് 18 പോലുള്ള ചാനൽ ഓൾ ഓവർ ഇന്ത്യയിലുള്ള ചാനലാണ്. ജസ്റ്റ് സൗത്തിലോ അല്ലെങ്കിൽ നോർത്തിലോ മാത്രം ഒതുങ്ങുന്നതല്ല. നിങ്ങൾക്ക് തന്നെ ഒന്ന് അന്വേഷിച്ച് അറിയാവുന്ന കേസാണ്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. എന്തായാലും കർഷക സമരത്തെ സംബന്ധിച്ച് വളരെ വൈകാരികമായി കർഷകർ ഒരു നാടിനെ നിലനിർത്തുന്നത് കർഷകരാണ്. അവരില്ലെങ്കിൽ നമുക്ക് എത്ര പണം കയ്യിലുണ്ടെങ്കിലും കൊടുത്താൽ വാങ്ങിക്കഴിക്കാൻ ആഹാര വസ്തുക്കൾ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കർഷകർ ഏത് നാടിൻ്റെയും നട്ടെല്ലാണ്, ഏത് നാടിൻ്റെയും നിലനിർത്തുന്ന കർഷകരാണ്. അവർക്ക് വേണ്ടി വൈകാരികമായി പ്രതികരിച്ചവരുണ്ട്. അങ്ങനെയല്ല ഈ സമരമൊക്കെ അനാവശ്യമായ സമരങ്ങളാണെന്ന് പറഞ്ഞവരും ഇതിന് മുന്നിലേക്ക് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയെന്നും വിദേശത്തു നിന്ന് ഫണ്ട് എത്തിയാണ് ഇങ്ങനെയൊക്കെ സമരം നടക്കുന്നതെന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ട്. എല്ലാ കാലത്തും സമരങ്ങളെ സംബന്ധിച്ച് ഇത്തരം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാവാറുണ്ട്. അത്തരം അഭിപ്രായ പ്രകടനങ്ങളാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും നല്ലൊരു ശതമാനം ആളുകളും അങ്ങനെ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞത് പ്രത്യേകം സന്തോഷവുമുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.